നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വായന മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന മീറ്റിന്റെ പേര് തന്നെ ഒരല്പം വ്യത്യസ്തമാണ്. കുട്ടികളെ വായനയുടെ രാജകുമാരിമാരുമാക്കാം എന്നുള്ള ഒരു തരത്തിലാണ്. നമുക്കറിയാം, നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടെ കുറച്ചധികം രക്ഷാകർത്താക്കളെ കൂടി നമ്മൾ ക്ഷണിച്ചതുകൊണ്ട് പറയുകയാണ്. അധ്യാപക കൂട്ടം എന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു ഓൺലൈൻ കൂട്ടായ്മയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പ്രധാനമായും കുഞ്ഞുങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അധ്യാപകർക്കും കുട്ടികൾക്കും വിദ്യാലയങ്ങൾക്കും അനുഗുണമായിട്ടുള്ള കുറച്ചധികം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരാറുണ്ട്. കൂടുതലും അധ്യാപകരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും ഇപ്പോൾ ഇന്ന് ഈ നടക്കുന്ന പ്രോഗ്രാം പോലെ ചില പരിപാടികളിൽ നമ്മൾ മീറ്റിലാണ് വിളിക്കാം. ഇന്നിപ്പോൾ നടക്കുന്ന ഈ ഒരു പരിപാടിയിലെ പോലെ രക്ഷകർത്താക്കളെ കൂടി ഉൾക്കൊള്ളിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ രക്ഷകർത്താക്കളെ കൂടി ചേർത്ത് നിർത്തിയാണ് പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വായനയുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ എങ്ങനെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ക്ലാസിന്റെ മുഖ്യ ലക്ഷ്യം. അപ്പൊ ഇവിടെ അധ്യാപകർ മാത്രം ഒപ്പം നിന്നാൽ പോരാ, കൂടെ രക്ഷകർത്താക്കളും ഉണ്ടാകേണ്ടതുണ്ട് എന്ന അനിവാര്യതയുടെ പുറത്താണ് അങ്ങനെ നമ്മൾ രക്ഷകർത്താക്കളെ കൂടി ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നയിക്കുന്നത്, ദയവായിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ഈ ഒരു ക്ലാസ് നയിക്കുന്നത് ശ്രീ രാജേഷ് എസ് വാല്യക്കോട് സാറാണ്. തിരുവല്ല ഡയറ്റ് ഫാക്കൽറ്റിയാണ് അദ്ദേഹം, മുൻ CRT RO. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലേക്ക്, ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി രാജേഷ് സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരു ചെറിയ വിവരം കൂടി പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏതാണ്ട് 500ഓളം 150 മേലെ അംഗങ്ങൾ ഇപ്പോൾ നമ്മളുടെ ഈ മീറ്റിൽ ലൈവായിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇങ്ങനെ സാധാരണ ഗൂഗിൾ മീറ്റിൽ 100-ലധികം പേരെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നത് വിദ്യാവീഥി എന്ന് പറയുന്ന ലേണിംഗ് ആപ്പിന്റെ അവരുടെ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും അധ്യാപക വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കേറ്ററ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളോ ഉണ്ട് എങ്കിൽ വിദ്യാവീഥി എന്നത് കേറ്ററ്റിന്റെ ഓൺലൈൻ കോച്ചിങ് നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് അജസ് ഭാഷയായിട്ട് ബന്ധപ്പെടാം. അതിന്റെ ഡീറ്റെയിൽസ് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് നൽകുന്നതാണ്. ഓക്കെ, അധ്യാപക കൂട്ടം അധ്യാപക കൂട്ടത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളും തീർത്തും സൗജന്യമായിട്ടാണ് നടത്തുന്നത്. എല്ലാവർക്കും വിവരം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് നയിക്കാം. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ സ്നേഹത്തോടെ രാജേഷ് സാറിനെ ക്ഷണിക്കുകയും. പ്രിയപ്പെട്ട രതീഷ്, ജസ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, നമ്മൾ വായനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയമാണ്. ഈ സമയത്ത് പൊതുവെ നമ്മൾ സ്കൂളുകളിൽ പോകുമ്പോൾ കേൾക്കുന്ന പരാതി, കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യമില്ല, കുട്ടികൾ വായിക്കാറില്ല, എല്ലാവരും മൊബൈൽ ഫോണിന്റെ ചുറ്റുവട്ടത്തിലാണ് എന്നതാണ്. ഒരു യാഥാർത്ഥ്യമാണ് അത്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ പുതിയ കാലത്ത് എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നേരിട്ട് ആളുകളുമായി സംസാരിച്ചപ്പോൾ ആളുകൾക്ക് വളരെ പോസിറ്റീവായ ചില പ്രവണതകൾ ആളുകളിൽ നിന്നുണ്ടായി. അവര് ചില കാര്യങ്ങൾ രക്ഷകർത്താക്കൾ, ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ പുതിയതായ ഒരു കാര്യമൊന്നുമല്ല, നിങ്ങൾ പല ചെയ്യുന്നതും ചിലർ ചെയ്ത് നോക്കി വിജയിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം പറയുന്നത്. അതുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നിടം വരെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അവസാനം നമുക്ക് വേണമെങ്കിൽ ഒരു ഇന്ററാക്ഷന്റെ സമയം എടുക്കാമെന്ന് തോന്നുന്നു.
നമുക്ക് ആ സ്ലൈഡ് ഇട്ട് തുടങ്ങാം. സ്ലൈഡിലെ കാര്യങ്ങളെല്ലാം മുഴുവൻ വായിച്ചെടുക്കാനൊന്നും നിൽക്കേണ്ടതില്ല. ആ സ്ലൈഡ് നമുക്ക് ഈ പ്രസന്റേഷന് ശേഷം നമുക്ക് ആ ഗ്രൂപ്പിലിടാം. അത് പൊതുവായ കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് പിന്നീട് വായിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ച് നോക്കുവാനും കഴിയാം. എന്തായാലും മലയാളികളായ ഒന്നാം സ്ലൈഡിലേക്ക് വരും. മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. അത് എല്ലാവരും ഒന്നും വായിച്ചു. നമ്മളിപ്പോ പറയുന്ന കേട്ടാത്തോ നമ്മളൊക്കെ ജനിക്കുമ്പോൾ തന്നെ ഭയങ്കര വായനക്കാരായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടും വായനയില്ല എന്ന ഒരു നിലയ്ക്കുള്ള ചർച്ചയും കാണാം. ഈ മൊബൈൽ ഫോണിന്റെ ചെറിയ സ്ക്രീനിൽ നിന്നും പുസ്തകങ്ങളുടെ വിശാലമായ മനോഹരമായ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്കാണ് നമുക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതോ അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതോ. അതുകൊണ്ട് അവർ മൊബൈൽ ഫോൺ എല്ലാം മാറ്റി വെക്കണം, മൊബൈൽ ഫോൺ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിവരങ്ങളുടെ കാര്യത്തിൽ വലിയ വിവരങ്ങൾ ഓരോ ദിവസവും. മുമ്പാണെങ്കിൽ നമുക്ക് വായിച്ച് തീരാവുന്ന കാര്യങ്ങളുള്ള ഒരു മനുഷ്യനൊക്കെ പഠിച്ച് ചില കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളവർ വായിക്കുന്നവർക്കൊക്കെ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ അനുനിമിഷം ശക്തിപ്പെടുന്ന വിവരങ്ങളുടെ ലോകത്താണ് ഓരോ ദിവസവും. അപ്പം പുതിയ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പൊ അറിവ് വായിച്ചെടുക്കുക എന്നത് മാത്രമല്ല ഈ കാലത്തെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞിന്റെ ദൗത്യം. നാളെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന കുട്ടി ചെയ്യേണ്ടത് പുതിയ അറിവുകൾ നിർമ്മിക്കുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ കുട്ടിയുടെ ഭാവനയും ചിന്താശേഷിയും മൗലികമായ കുട്ടിയുടെ കഴിവുകളെയും ഉണർത്തേണ്ടത്. അങ്ങനെ വായിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഭാഷാപരമായ കഴിവുകൾ അനായാസം വികസിപ്പിക്കാൻ കഴിയുന്നത്. നമ്മൾ കുഞ്ഞുണ്ണി മാഷ പ്രസിദ്ധമായ ചൊല്ലുണ്ട്. ആ ചൊല്ല് ഒരിക്കൽ കൂടി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏത് കുട്ടികളോട് ചോദിച്ചാലും കുട്ടികൾ ആദ്യം പറയുന്ന കാര്യം, വായനയെക്കുറിച്ച് പറഞ്ഞാൽ മലയാളിയുടെ നാവിൽ ആദ്യം വരുന്ന കാര്യം അതാണ്. അപ്പൊ ഈ വായനയുടെ ഒരു ലോകം മാന്ത്രികമായ ലോകമാണ്. നമുക്ക് ഏതൊരാളുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള പല കാര്യങ്ങൾ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ ഭദ്രമാക്കുന്നത് അയാളുടെ അനുഭവങ്ങളാണ്. പലപ്പോഴും അനുഭവങ്ങളുടെ പരിമിതിയാണ് പ്രത്യേക സാഹചര്യങ്ങളെ നേരിടാൻ മനുഷ്യ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ സഹായിക്കാത്തത്. എല്ലാ അനുഭവങ്ങളും ഒന്നും മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു നമ്മുടെ മനസ്സിൽ. ചിലപ്പോൾ കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ചായിരിക്കാം, അതല്ലെങ്കിൽ നാട്ടിലുള്ള കലാരൂപത്തെ കുറിച്ചായിരിക്കാം, നിങ്ങളുടെ നാട്ടിൽ മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചായിരിക്കാം. അങ്ങനെ ഒരുപാട് കഥയും കഥാപാത്രങ്ങളും ഒക്കെ കേട്ട ഒരു സാഹചര്യം ഇതിൽ ഒരു 10-40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കുണ്ട്. പക്ഷെ അത് ഓരോ തലമുറ കഴിഞ്ഞുവരികയാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അതായത് മൈക്ക് ഓൺ ചെയ്യുന്ന ആളുകളെ തൽക്കാലം ഇത് നമുക്ക് പുറത്താക്കുക നിവൃത്തിയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ നടക്കില്ല, ആ ശബ്ദവും ഈ ശബ്ദവും കൊണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് മൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ള ഒരു അഭ്യർത്ഥന ഒരിക്കൽ കൂടി നടത്തുകയാണ്. അപ്പം ഈ വായന എന്ന് പറയുന്നത് കുട്ടികളുടെ ഭാവനയെ വികസിപ്പിക്കും എന്ന കാര്യത്തിന് ആർക്കും സംശയമില്ല. പക്ഷെ പരിമിതമായ അനുഭവങ്ങളിൽ നിന്നും കുട്ടി വ്യത്യസ്തമായ അനുഭവത്തിലേക്ക് കുട്ടികൾ പോകുന്നത് ഈ കുട്ടിക്ക് ഈ കഥയിലൂടെ ലഭിക്കുന്ന, കഥാപാത്രങ്ങളിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ അവന്റെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയൊക്കെയാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അതിൽ വായന എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, രതീഷ് മാഷെ സ്ലൈഡ്, വായന എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വെറും ഒരു വിനോദമല്ല. അത് വിവരങ്ങൾ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, വിവരങ്ങൾ കുന്നുകൂടിയ ഈ കാലത്ത് നമ്മൾ അറിവ് നേടുന്നതിനും ഈ ലഭ്യമായ അറിവിനെ, ഇപ്പൊ നമുക്ക് ഒരുപാട് അറിവുകൾ ചുറ്റും കിട്ടും. ഏത് വിവരത്തെ കുറിച്ച് അന്വേഷിച്ചാലും ഇഷ്ടം പോലെ അറിവുകൾ കിട്ടും. പക്ഷെ ആ ലഭ്യമായ അറിവിൽ ഏതാണ് തനിക്ക് വേണ്ടത് എന്ന് കണ്ടെത്തി ഉപയോഗിക്കുവാനുള്ള കഴിവാണ് കുട്ടികൾക്ക് വേണ്ടത്. അത് കണ്ടെത്തി ഉപയോഗിക്കുവാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാകുന്നത് കുട്ടികൾ വായിക്കുമ്പോഴാണ്. അപ്പൊ ഇതെങ്ങനെയാണ്? നമ്മളിപ്പോ ചെറിയ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക്
ഭാഷാപരമായ വികാസം ഉണ്ടാകുന്ന കാലത്താണ് നമ്മൾ വായനയുടെ കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് ഒരു പല കണക്കുകളുണ്ട്. അതായത് വായിച്ച് പുസ്തകങ്ങൾ വായിച്ച് കേൾക്കുന്ന കുട്ടികളുടെ വാക്കുകളുടെ മനസ്സിനുള്ളിലെ ഒരു ശേഖരം ഉണ്ടല്ലോ, വാക്കുകളുടെ ശേഖരം. ആ ശേഖരം പുസ്തകാനുഭവം ഇല്ലാതെ ദൈനംദിന ജീവിതത്തിലെ വ്യവഹാര പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന കുട്ടികളുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. പുസ്തകം വായിക്കുന്ന കുട്ടിക്ക് നമ്മൾ സ്വാഭാവിക സംഭാഷണത്തിൽ ഉണ്ടാകാത്ത ഒരുപാട് വാക്കുകൾ കുട്ടികൾക്ക് വായനയിലൂടെ കിട്ടും. പുസ്തക വായന തന്നെയാണോ വേണ്ടത്, മറ്റെന്തെങ്കിലുമൊക്കെ വായിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ടാകും. തൽക്കാലം നമ്മൾ പുസ്തകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ മുമ്പോട്ട് പോകാം. അപ്പൊ ഈ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുക. അടുത്ത മൂന്നാമത്തെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പരിഗണിക്കുന്ന കുട്ടികൾ LP ക്ലാസ്സിലെ കുട്ടികളാണ്. വായനയിലേക്ക് താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് വായിക്കാനൊക്കെ അറിയാം. പക്ഷേ ഉറക്കെ വായിച്ച് കേൾക്കുന്നത് കുട്ടികളുടെ വായനാ താല്പര്യം വർദ്ധിപ്പിക്കും. 2-3 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി. ഒന്ന്, നമ്മൾ കുട്ടികൾക്ക് പുതിയ വാക്കുകൾ അപ്പോൾ കിട്ടും, വാക്കുകളുടെ ഒരു ഉച്ചാരണം കിട്ടും. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള ശക്തി അപ്പോൾ വർദ്ധിക്കും. അങ്ങനെ കേട്ട് 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 ഒരുപാട് കഥകൾ കേൾക്കുന്ന കുട്ടികൾ കഥ വായിക്കുന്നതിലേക്ക് വരുന്നതിന് നല്ല സാധ്യത കൂടുതലാണ്. അപ്പൊ വായന, അതിപ്പം 4-ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന കുട്ടി നിങ്ങളുടേത് വായിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കെട്ട് പുസ്തകങ്ങൾ എടുത്ത് കൊടുക്കുകയല്ല ആദ്യം വേണ്ടത് എന്ന് ചുരുക്കം. പകരം എന്താ ചെയ്യേണ്ടത്? പകരം ഈ കുട്ടിയെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കണം. ചിലപ്പോൾ മടിയിൽ ഇരുത്തി, ചിലപ്പോൾ ചേർത്തിരുത്തി, ചിലപ്പോൾ കുട്ടികൾ പറയുന്ന ഒരു കാര്യം, അമ്മേ ഇങ്ങനെ ഒരു പലഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുസ്തകമൊന്നും അത് കിട്ടത്തില്ല. നമ്മൾ ഏതെങ്കിലും നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ആ പുസ്തകം, അത് കുട്ടിയോടൊപ്പം ഇരുന്ന് ഉറക്കെ വായിച്ച് കേൾപ്പിച്ചാൽ മതി അവനെ. അത് അവനെ വായനയിലേക്ക് അടുപ്പിക്കുക. അപ്പൊ ആ ഉറക്കെ വായിക്കുക എന്ന് പറയുന്നത് കുട്ടി വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താവും ടീച്ചറും നിരന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പറയുന്നത് കുട്ടിയോട് എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടിക്കൊപ്പം ഇരുന്ന് ഒരു ചെറിയ പുസ്തകം അല്ലെങ്കിൽ ചെറിയ ഒരു പത്രത്തിലെ വാർത്ത എന്ന് വെച്ചാൽ സമകാലികമായ വാർത്തകളൊന്നും വേണ്ട, കുട്ടികൾക്ക് കൗതുകമുള്ള വാർത്തകൾ വരും. ആ കൗതുകമുള്ള വാർത്തകൾ, ആ പടവും ഒക്കെ വെച്ചുകൊണ്ട് കുട്ടിയുടെ മുമ്പിൽ ആ ദിവസം അത്ര ഒരു നമ്മൾ ട്രിവിയ എന്ന് പറയുന്ന ചില വാർത്തകൾ വരില്ലേ, ഇപ്പോൾ ഒരു കുട്ടി അത്ഭുതകരമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മൃഗത്തെ എവിടെയെങ്കിലും കണ്ടെത്തി, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൗതുകമായിരിക്കും. ഇപ്പോഴാകുമ്പോൾ ഒരു ഫുട്ബോളിന്റെ അന്തരീക്ഷമുണ്ട്. ചിലപ്പോൾ ലോകകപ്പ് ആയിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട താരമായിരിക്കും ഉള്ളത്. അപ്പൊ മെസ്സിയെ ഇഷ്ടപ്പെട്ട, ഒരു പാഠവും വായിക്കാത്ത, ഒരു അക്ഷരം എഴുതാത്ത ഒരു കുട്ടിയെ നിങ്ങൾ ചേർത്തിരുത്തി മെസ്സി ഇന്നലെ എത്ര ഗോൾ അടിച്ചു, മെസ്സി ഇതുവരെ ലോകകപ്പിൽ എന്താണ് ചെയ്തത് എന്ന് പറയുമ്പോൾ കുട്ടി വായിക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നും വരുന്നില്ല. കുട്ടി മെസ്സിയോടുള്ള താല്പര്യം കൊണ്ട് നമ്മുടെ അടുക്കിലേക്ക് എത്തും. അപ്പൊ ഉറക്ക വായിക്കലിന് ഒരു മാന്ത്രികമായ സ്പർശമുണ്ട്. അത് ഒരു വായന ഇഷ്ടമല്ലാത്ത ആൾക്കും നമ്മൾ ഇപ്പൊ നോക്കൂ, ഓഡിയോ ബുക്സ് ഒക്കെ നമ്മൾ മുതിർന്ന ആളുകൾ പലരും വായിക്കാറുണ്ട്. നമ്മൾ തന്നെ ചില കാര്യങ്ങൾ വായിക്കുന്നതിന് പകരം ഒന്ന് പറയടി അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞതാ എന്ന് പറയുന്നത് നമുക്ക് അത് വായിക്കാൻ സമയമെടുക്കുന്നതിനേക്കാൾ നമ്മൾ അതിലെ ആശയങ്ങൾ കിട്ടിയാൽ മതി. അപ്പൊ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കേൾക്കുന്ന കുട്ടി കൂടുതൽ വായിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ ഒരു ഉറക്ക വായനയ്ക്ക് വീട്ടിലും സ്കൂളിലും നമ്മൾ പ്രാധാന്യം കൊടുക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, കുട്ടികൾക്ക് സ്വയം വായിക്കാൻ അറിയാമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ വായിച്ചു കേൾപ്പിക്കണമെന്ന്. എന്നാൽ മുതിർന്നവർക്കായി കുട്ടികൾ പുസ്തകങ്ങൾ മുതിർന്നവർ വായിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇന്നലെ ഞാനല്ലേ വായിച്ചത്, ഇപ്പൊ വായിക്കാനൊക്കെ ഒരു കുട്ടിക്ക് കഴിഞ്ഞു, അവിടെ നമുക്ക് പറയാം ആ കഥയുടെ പകുതിയൊക്കെ വെച്ച് വായിച്ചിട്ട്, അപ്പൊ കടുവ ഇപ്പോൾ സിംഹവും കടുവയും തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന കഥ നിർത്തി കഴിയുമ്പോൾ അമ്മ അല്ലെങ്കിൽ ടീച്ചർ വായന അവസാനിപ്പിച്ചാൽ ബാക്കി കഥ അറിയാൻ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും. അത് ചിലപ്പോൾ പുസ്തകം എടുത്തു വെച്ച് മറിച്ചു നോക്കുകയായിരിക്കും ചെയ്യുന്നത്. മറിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ചിത്രങ്ങളായിരിക്കും. ചിത്രം നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ കടുവയും സിംഹവും തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണെങ്കിൽ കുട്ടി അക്ഷരങ്ങളൊന്നും വായിക്കാതെ തന്നെ കുട്ടിക്ക് അവര് കൂട്ടുകാരായും തോന്നും. അപ്പൊ അതിന്റെ ചുറ്റും എഴുതിയിരിക്കുന്ന ആ അക്ഷരങ്ങളിലേക്ക് കണ്ണുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവരെഴുതിയ മനസ്സിലെഴുതിയ ആശയം തന്നെയാണോ അതേന്ന് അറിയാൻ അവരുടെ ഒരു ശ്രദ്ധ പോകും. അപ്പൊ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് തുടരണം. അപ്പൊ കുട്ടികൾക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമുക്ക് പണ്ടൊക്കെ വീടുകളിൽ
എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന വീടുകളിൽ എഴുത്തും വായനയും അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ ശീലം വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാ രക്ഷകർത്താക്കൾക്കും നമുക്ക് ഇത്തരം ഈ രീതിയിൽ കുട്ടികളെ സഹായിക്കാൻ കഴിയും. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ പുസ്തകത്തിന്റെ സാമീപ്യം കുട്ടികളെ വായനയിലേക്ക് നയിക്കും. ഒരു നിത്യചൈതന്യതയുടെ ആത്മകഥയിലൊരു ആത്മകഥയുടെ വിശദാംശങ്ങളൊന്നും പറയുന്നില്ല. അതേ ലൈബ്രറി ഉണ്ട്, വായനശാലയുണ്ട്, അച്ഛൻ്റെതാണ് ലൈബ്രറി. ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കണ്ടു വളർന്നത് തന്റെ വായനയെ എത്രമാത്രം സ്വാധീനിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അതിൽ നിന്നും അറിഞ്ഞു വീണ ഒരു പുസ്തകമാണ് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ചിത്രണങ്ങൾ നിറയുള്ള ഒരു പുസ്തകമാണ് അച്ഛൻ തന്നതെന്നും അത് വായിച്ചതാണ് വായനയുടെ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളുടെ പഠനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. നമ്മുടെ സ്കൂളുകൾ പലയിടത്തും സ്കൂളുകളിൽ തന്നെ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ ലൈബ്രറികൾ നന്നായി സെറ്റ് ചെയ്തു. കുറച്ചുകൂടി മികച്ച സ്കൂളുകൾ കുട്ടികളുടെ വായനശാലകൾ വീട്ടിനുള്ളിൽ ഒരു പെട്ടിക്കകത്ത് മതി കുട്ടിക്ക് ഇരുന്ന് വായിക്കാൻ ഒരു സ്ഥലം, കുട്ടിയുടേതായ പുസ്തക ശേഖരം. ചിലപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ കളിക്കുടുക്കയും ബാലഭൂമിയും യുറീക്കയും അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള പുസ്തകങ്ങളായിരിക്കും അതിൽ വേണ്ടത്. പിന്നീട് നമുക്ക് ഗൗരവമായ വായനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അപ്പം വായനയോട് കുട്ടികൾക്ക് വളരെ പോസിറ്റീവായ ഒരു മനോഭാവം ഉണ്ടാക്കുവാൻ ഇത് സഹായിക്കും. അത് മാത്രമല്ല, ഒരു വായന അന്തരീക്ഷത്തിലിരുന്ന് വായിക്കുന്നതും അതില്ലാത്ത ഇടത്തിരുന്ന് വായിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ കേൾക്കുന്ന ടീച്ചർമാർക്കും അറിയാം, നിങ്ങൾ ലൈബ്രറിയിൽ പോയാൽ നമ്മുടെ നാട്ടിലെ ലൈബ്രറിയിൽ പോയാൽ അവിടെ കിടക്കുന്ന പത്രത്തോടും അതേസമയം നമ്മുടെ വീടിന്റെ വരാന്തയിൽ കിടക്കുന്ന പത്രത്തോടും നമുക്ക് രണ്ട് സമീപനമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് വായനശാലയുടെ ഹാളിനുള്ളിലേക്ക് കയറുമ്പോൾ ഒരു വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് നടന്നു പോകുന്നുണ്ട്. നമ്മൾ ആ പത്രം എടുത്തൊന്ന് മറിച്ച് നോക്കും. ഇന്നലെ വീട്ടിൽ കിടന്ന പത്രം വായിക്കാതെ അതേ പത്രം നമ്മൾ ചിലപ്പോൾ വായനശാലയിൽ നിൽക്കും. അപ്പൊ ഈ പുസ്തകങ്ങളുടെയും ഒരു മെറ്റീരിയലിന്റെ സാമീപ്യം കുട്ടികളെ വായനയിലേക്ക് നയിക്കും. അത് ഒരുക്കി കൊടുക്കണം. നമ്മൾ ഒരുപാട് പൈസ കുട്ടികൾക്ക് ഇങ്ങനെ ബാലമാസികകൾ അല്ലെ 4ാം ക്ലാസ്സിലെ ഇന്ന ഗൈഡ് വാങ്ങിച്ചു കൊടുക്കും, അതിനൊന്നും അല്ല വേണ്ട. നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വായിക്കാനുള്ള കഴിവ് വികസിപ്പിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ല എന്നല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ കുട്ടികൾ എല്ലാ കാര്യവും വായിച്ചു തുടങ്ങിയിട്ടില്ല എന്നാണ്. എല്ലാ കാര്യവും എടുത്ത് വായിക്കുന്ന ഒരു കുട്ടിക്ക് പഠനം ഒരു ഭാരമേ ആവുകയില്ല. അവരത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അവരത് പഠനം ഒരു പ്രയാസമില്ലാതെ അവർക്ക് എന്തും വായിക്കാൻ പറ്റും. ഒരു പാഠത്തിന്റെ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് അതുമായി ബന്ധിപ്പിച്ച് അവരുടെ വായനാ അനുഭവത്തെ മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് കഴിവുകളാണ് വായിക്കുന്നതിലൂടെ കുട്ടികൾക്ക് വളരുന്നത്. അതുകൊണ്ട് കുട്ടിക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് പറയുന്നതോ കുട്ടികൾക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് പറയുന്നതോ ഒന്നും ചെറിയ പ്രായത്തിൽ വലിയ കാര്യം. പക്ഷെ കുട്ടികളുടെ വായനയുടെ ലോകത്തേക്ക് അടുത്താൽ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ വിഷയവും ഒരുപോലെ പഠിക്കാനൊന്നും ഇഷ്ടം കാണത്തില്ല. അപ്പൊ ആ ഇഷ്ടങ്ങളിലേക്കൊക്കെ കുട്ടികളെ നയിക്കുവാൻ വായനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദമായി പറയാം. പക്ഷെ എന്തായാലും കുട്ടികൾക്ക് പറ്റിയ ഒരു വായനയുടെ നിങ്ങൾക്ക് ഒരു വായന അന്തരീക്ഷം, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ പഠിക്കാൻ ഒരു ചെറിയ സ്ഥലമോ അല്ലെങ്കിൽ വീടിന്റെ ഒരു കോർണറോ കുട്ടിയുടേതാക്കി മാറ്റുകയും ചില പുസ്തകങ്ങളൊക്കെ സമ്മാനം കിട്ടിയതോ അല്ലെങ്കിൽ ചെറിയ പുസ്തകങ്ങൾ പണം കൊടുത്ത് വാങ്ങിയതോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പൊ എത്രയോ ആളുകൾ വായിച്ച പുസ്തകങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ തയ്യാറാണ്. എന്തായാലും നമ്മുടെ കുഞ്ഞിന് എടുത്തു നോക്കാൻ പറ്റുന്ന ഒരു 10-15 പുസ്തകങ്ങൾ കുട്ടിയുടെ ചുറ്റുമുണ്ടെങ്കിൽ അത് കുട്ടിക്കൊരു വായനാ പരിസരം സൃഷ്ടിക്കും. അങ്ങനെ ഒരു വായനാ കോർണറുകൾ അല്ലെങ്കിൽ ഒരു വായനാ കോണ് നമ്മുടെ വീട്ടിലും ഉണ്ടാകണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. രതീഷ് മാഷെ, അടുത്ത പലപ്പോഴും എന്താ കുട്ടികൾ വായിക്കാത്തത്? ആരാ വായിക്കേണ്ട കാര്യം നിശ്ചയിക്കുന്നത്? നമ്മൾ രക്ഷകർത്താക്കളായിരിക്കാം. നീ അതൊന്നും എടുത്ത് വായിക്കണ്ട. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ബാലരമയും ബാലഭൂമിയും ക്ലാസ്സിൽ ഇരുന്ന് വായിച്ചാൽ, അന്ന് ബാലഭൂമിയില്ല, ബാലരമ ക്ലാസ്സിൽ ഇരുന്ന് വായിച്ചാൽ അടി കിട്ടും. ബാലരമ ക്ലാസ്സിൽ കൊണ്ടുവരാനേ പാടില്ല. എന്നുവെച്ചാൽ അന്ന് പക്ഷെ നമ്മൾ ഒളിച്ചും പാത്തും ഒക്കെ ഈ ബാലരമയും ഒക്കെ വായിച്ചിരുന്നു. ബാലരമയും പൂമ്പാറ്റയും അമ്പിളിമാമനും ഒക്കെ അന്നത്തെ തലമുറ വായിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പഠിക്കും മിടുക്കരാവാൻ 101 ടെക്നിക്കുകൾ അത് വേണേൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇവൻ ഇത് വായിച്ചിട്ട് മിടുക്കരാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് വായനയിലേക്ക് നടക്കുന്ന കുട്ടിയെ പുസ്തകം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ മൂത്ത കുട്ടി വായിക്കുന്ന പുസ്തകം ഇളയ കുട്ടി വായിക്കണമെന്നില്ല. ഇളയ കുട്ടിക്ക് ഇഷ്ടമുള്ള പുസ്തകം മറ്റൊരു കുട്ടിക്ക് ഇഷ്ടമാകണമെന്നില്ല. കുട്ടിയുടെ അനുഭവങ്ങൾ, കുട്ടിയുടെ താല്പര്യങ്ങളെല്ലാം ആദ്യകാല പുസ്തക വായനയെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ
പുസ്തകങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് വേണ്ടത്. നമ്മൾ ലൈബ്രറിയിൽ 10 പുസ്തകം വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഒരു പുസ്തകം തന്നെ കുട്ടി എടുത്തു വെച്ച് പടവും മറിച്ച് അതിന്റെ ചിത്രവും കണ്ട് അതിലെ ഉള്ളടക്കമൊക്കെ കാണാതെ പഠിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ പലരും ക്ലാസ്സിലും വീട്ടിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തെ നോക്കണം. എന്താണ് ആ പുസ്തകത്തിന്റെ സവിശേഷത? ചിലപ്പോൾ അത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തവണ ഒരു വായനാ സാമഗ്രി നമ്മൾ കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ ഉള്ളടക്കമുള്ളതാണോ എന്ന് നോക്കണം. അപ്പൊ അവന്റെ വായനയോടുള്ള അവന്റെ ഒരു ആവേശം വർദ്ധിക്കും. അതോടൊപ്പം തന്നെ ഈ പുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ക്ലാസ് ലൈബ്രറി, സ്കൂൾ ലൈബ്രറി, പുസ്തകമേളകൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നിങ്ങൾ കുട്ടിയെ ഒരു ടൂർ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ടൂറുകൾ നമ്മുടെ കൗതുകത്തിനപ്പുറത്തെ ഒരു പുസ്തകശാലയിലേക്ക് കുട്ടികളെ ഒന്ന് കാണിക്കണം. ഇങ്ങനെയൊക്കെയാണ് പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത്, ഇന്നയൊക്കെ തരം പുസ്തകങ്ങളുണ്ട്. രക്ഷകർത്താക്കൾക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഏത് പുസ്തകശാലയിലേക്ക് ചെന്നാൽ ആരും നമ്മളോട് എന്തിനാ ഇവിടെ വന്നേ ചോദിക്കില്ല. പുസ്തകം വാങ്ങിക്കണമെന്ന് പോലുമില്ല. പക്ഷെ ഒരു പുസ്തകശാല കാണുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരു മനോഭാവമുണ്ട്. ചിലപ്പോൾ അതിലൊരു പുസ്തകം, ചിലപ്പോൾ ഒരു ചിത്രമായിരിക്കും കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത്, ചിലപ്പോൾ ഒരു ചെറിയ പുസ്തകം നമ്മൾ അവിടുന്ന് വാങ്ങിച്ചാൽ മതി. ആ ആ ഇത് എല്ലാ കുട്ടികൾക്കും സാധ്യമല്ല. അപ്പൊ സ്കൂൾ എന്തോ ചെയ്യണം? സ്കൂളിന്റെ അലമാരിയിൽ ഉറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളെ പുറത്തേക്ക് എടുക്കണം. ചിലരൊക്കെ എടുക്കാറുണ്ട്, വായനാ വാരത്തിനൊക്കെ പ്രദർശിപ്പിക്കാറുണ്ട്, വീണ്ടും കയറ്റി വെക്കും. ചിലരങ്ങനെയല്ല. പുസ്തകങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ കുട്ടികൾക്ക് കാണത്തക്ക വിധത്തിൽ വെക്കുകയും അതിൽ കൗതുകം തോന്നുന്ന കുട്ടിക്ക് ആ പുസ്തകം കൊടുക്കുവാൻ ഒരു മടിയും കാണിക്കാതിരിക്കുകയും ചെയ്താൽ അത് അവരെ വായനയിലേക്ക് അടുപ്പിക്കും. നിങ്ങളുടെ ക്ലാസ് ലൈബ്രറിയിൽ പുസ്തകം അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലാസ് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഇങ്ങനെ തൂക്കിയിടുകയോ തുണിസഞ്ചിക്കകത്ത് തൂക്കിയിടുകയോ അതെവിടെയെങ്കിലും ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ ആ കവർ എല്ലാവർക്കും കാണത്തക്കോണം വെക്കുകയോ ചെയ്താൽ ആ പുസ്തകങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടും. ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോഴെന്നറിയും, ഒരു കവർ കാണുമ്പോൾ അത് വായിച്ച കുട്ടി ക്ലാസ്സിൽ പൊതുവായി പറയും, അതിൻ്റെ അകത്ത് ഒരു JCB ഉണ്ട്, JCB ആണ് ആ കഥയിലെ പ്രധാന കഥാപാത്രം. അപ്പൊ JCB ഇഷ്ടമുള്ള ഒരുത്തപ്പോ ഈ അമ്മയോട് എണീറ്റ് വരും. എന്നിട്ട് അദ്ദേഹം ഈ പുസ്തകം എടുത്തൊന്ന് മറിച്ചു നോക്കും. അവൻ അറിയാതെ ചോദിക്കും, ടീച്ചറെ ഇത് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ? വായിക്കാൻ അറിയണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ചിത്രം കാണാനായിരിക്കും, ചിലപ്പോൾ അമ്മയെ കൊണ്ട് വായിക്കാനായിരിക്കും. അപ്പൊ കുട്ടിയുടെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെട്ടത് കുട്ടികൾ വായിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. ആ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കരുത്. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വായനയോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കുട്ടിയുടെ ഒരു പ്രായം കൂടി പരിഗണിക്കുക. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടി ഒരു വായിക്കുന്ന ഒരു കാര്യം 4ാം ക്ലാസ്സുകാരന് നൽകിയ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങളുടെ കുട്ടി 4ാം ക്ലാസ്സിലാണ് എഴുത്തും വായനയും പഠിക്കുന്നത്. അതുകൊണ്ട് അവനെ അക്ഷരം പഠിപ്പിക്കുകയല്ല വേണ്ടത്. 4ാം ക്ലാസ്സിലേ ഉള്ളൂ, അവന് എഴുതാൻ ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, എഴുതുന്നില്ല, അവനൊറ്റ അക്ഷരമില്ല എന്ന് പറയുന്ന ആളുകളോട് അവനെ അതുകൊണ്ട് അക്ഷരമെല്ലാം പഠിപ്പിച്ചിട്ട് വായിക്കാം എന്ന് കരുതുന്നത് ശുദ്ധ അബദ്ധം. എല്ലാ അക്ഷരവും പഠിച്ചിട്ട് കുട്ടി വായിക്കാൻ തീരുമാനിക്കുന്നത് ശുദ്ധ അബദ്ധം. കുട്ടികൾക്ക് വായനയുടെ സാധനങ്ങൾ, വായനയുടെ മെറ്റീരിയലുകൾ കൊടുത്ത് അവൻ അറിയാവുന്നത് വായിപ്പിച്ചുകൊണ്ട് അവനെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരിക. നന്നായി വായിക്കുന്ന കുട്ടിക്ക് അക്ഷരത്തെറ്റുകൾ ഉണ്ടാവുകയില്ല. എല്ലാ അക്ഷരവും പഠിച്ചിട്ടൊന്നുമല്ല നമ്മളാരും നമ്മുടെ പേരെഴുതാൻ പരിശീലിച്ചത്. എല്ലാ അക്ഷരവും പഠിച്ചിട്ടൊന്നുമല്ല നമ്മളാരും വായിക്കുന്നത്. ഒരക്ഷരവും പഠിക്കാതെ റോഡിന്റെ സൈഡിൽ കാണുന്ന തമിഴിലെ ബോർഡ് നമുക്ക് ആ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി വായിക്കാൻ കഴിയും. ഇതുപോലെയാണ് ചിത്രങ്ങളുള്ള ഒരു പുസ്തകത്തിലെ ചിത്രങ്ങളുമായി ബന്ധപ്പെടുത്തി കുട്ടി മലയാള അക്ഷരങ്ങളെ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ വായിച്ചെടുക്കുമ്പോൾ ആ വായനയുടെ പൂർണ്ണമായി അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് പറയണം. അടുത്ത ഇതിലേക്ക് നമുക്ക് പോകാം. ചിത്രങ്ങൾ, ഞാനതാണ് പറഞ്ഞു തുടങ്ങിയതാണ്. അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്നതിന് മുമ്പേ എന്ന് പറയുമ്പോൾ ചെറിയ പ്രായമല്ല. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അറിയില്ല എങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇതേ തന്ത്രമാണ് ഉപയോഗിക്കേണ്ടത്. ആ ചിത്രങ്ങളുടെ സാമീപ്യമുള്ള പുസ്തകങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ചിത്രങ്ങളിൽ നിന്ന് അർത്ഥം കണ്ടെത്തി നമ്മൾ വായിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടിലെല്ലാം ഹോട്ടൽ 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 എന്ന് തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്, കന്നഡയിൽ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എവിടെ കണ്ടാലും ഞങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അതിന് കാരണം അതൊരു ഹോട്ടലിന്റെ മുമ്പിലെ എഴുത്താണ്. ഒരു 3-4 ഇടത്തേക്ക് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിന്റെ എഴുത്ത് എന്താണ്, ഹോട്ടൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് പിടികിട്ടും. ഇതേ കാര്യം തന്നെയാണ് സിംഹം കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഒരു കഥ ചിത്രത്തിലുണ്ടെങ്കിൽ ആ 1ാം പേജ് മറിക്കുന്നുണ്ടേ സിംഹം ആകാശത്തേക്ക് നോക്കി കിടക്കുകയായിരുന്നു. 2ാം പേജിൽ സിംഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ടായിരുന്നു. 4 പേജ് കഴിയുമ്പോൾ
ഈ സിംഹത്തിന്റെ ചിത്രം, പടമല്ല, ഈ സിംഹം എന്ന് എഴുതിയിരിക്കുന്ന മലയാള അക്ഷരങ്ങളിലെ ചിത്രങ്ങൾ കുട്ടിയുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അവൻ പിന്നീട് അടുത്ത പേജ് വരുമ്പോൾ ദേണ്ട് സിംഹം എന്ന് എഴുതിയിരിക്കുന്നത് വായിക്കും. ഈ അനുഭവമുള്ള ഒരുപാട് രക്ഷകർത്താക്കൾ ഉണ്ടാവും. നിങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് പത്രത്തിൽ നിന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അവന്റെ പേരിന്റെ അക്ഷരമുള്ള വാക്കുകൾക്ക് ചുറ്റും വട്ടമിടാൻ പറഞ്ഞാൽ മതി. പത്രം വായിച്ച് അതിലെ വലിയ അക്ഷരങ്ങൾ, അവരുടെ പേരിന്റെ അക്ഷരങ്ങളുള്ള അക്ഷരങ്ങൾക്ക് വട്ടമിട്ട് തരാൻ അവർക്ക് വലിയ താല്പര്യമായിരിക്കും. അപ്പൊ ഇത് അക്ഷരമെല്ലാം അറിഞ്ഞിട്ടല്ല അവര് അത് കണ്ടുപിടിക്കുന്നത്. മാത്രമല്ല, ഈ ചിത്രത്തിൽ നിന്ന് വായിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടി ഒരു ഭാവനയിൽ കാര്യങ്ങളെ കാണുകയാണ് ചെയ്യുന്നത്. ഈ ചെറിയ കുട്ടിക്ക് ചിത്രങ്ങളുള്ള ഒരു പുസ്തകം നമ്മൾ കൊടുത്തു നോക്കും. ചെറിയ കുട്ടിക്ക് മാത്രമല്ല, നിങ്ങൾ മുതിർന്ന എഴുത്തും വായനയും നന്നായി പഠിച്ചിട്ടില്ലാത്ത കുട്ടിക്കും കൊടുത്തു നോക്കൂ. അവർ അക്ഷരങ്ങൾ നോക്കത്തില്ല. ഇപ്പൊ പകരം ഒരു പൂമ്പാറ്റയുടെയും ആനയുടെയും ചിത്രമാണെങ്കിൽ അത് നോക്കി അവർ വേണമെങ്കിൽ ഒരു സ്വന്തമായി കഥ ഉണ്ടാക്കും. വേണ്ട, ആനയും പൂമ്പാറ്റയും ആണെങ്കിൽ ആന പൂമ്പാറ്റയെ പിടിക്കാൻ ഓടുന്നു പറയും. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന ഒന്നുമല്ല ആനയും പൂമ്പാറ്റയും കൂട്ടുകാരായിരുന്നു. നമ്മളുടെ വായന ഇതനുസരിച്ച് നമ്മൾ പറയടാ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കുട്ടിക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് വേണ്ടത്. അടുത്ത പേജിലേക്ക് വരിക. അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഇവന്റെ ഭാവനയ്ക്ക് അനുസരിച്ചാകണമെന്നില്ല അടുത്ത ചിത്രം. അപ്പോൾ അവൻ അപ്പുറത്തെ ചിത്രത്തിലേക്ക് ഒന്നുകൂടെ പോകും. അവിടെ വേണേൽ കുട്ടി തന്നെ ഒന്നുകൂടെ പറയും, ഓ ഇവര് കൂട്ടുകാരല്ല, എന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഈ ചിത്രത്തെ വായിക്കുവാനുള്ള കഴിവാണ് കുട്ടികൾക്ക് ഏത് പ്രായത്തിലായാലും ഉണ്ടാകേണ്ടത്. ചിത്രത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എഴുത്തിനെ കുട്ടികൾ വായിക്കാറുണ്ട്. അതാണ് കുട്ടികളുടെ വായന ആരംഭിക്കുന്നതിനുള്ള പേടി ഇല്ലാതാക്കുന്നത്. നമ്മളിപ്പോ ചെറിയ കുട്ടികളെ, അല്ലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാനിരിക്കുകയാണ് 8ാം ക്ലാസ്സിലെ കുട്ടിയെ, എന്നിട്ട് അതിന്റെ അത്ര ചിത്രങ്ങൾ ഇംഗ്ലീഷ് എഴുത്തേ ഉള്ളൂ. ഈ ചിത്രം എന്താണ് പറയുന്നത്, അതിലെ വാക്കുകൾ അവിടെ എന്താണ് ഉള്ളത്, അതിന്റെ ഇംഗ്ലീഷ് എന്താണ് വാക്ക്, അറിയാവുന്ന കാര്യങ്ങൾ പറയട്ടെ. അത് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചില വാക്കുകളൊക്കെ പരിചയപ്പെടുത്തുന്നു, അടുത്ത പേജിലേക്ക് പോകുന്നു, അടുത്ത പേജിലേക്ക് പോകുന്നു. അപ്പൊ കുട്ടിക്ക് ഒരു വൊക്കാബുലറി പുസ്തകത്തിന്റെ ചിത്രങ്ങൾ വായിക്കുന്നതിലൂടെ കുട്ടിക്ക് ഉണ്ടാകുന്നു. അപ്പൊ ആ ചിത്രങ്ങളിലൂടെയുള്ള ഒരു ഭാവന, ചിത്രത്തിലൂടെയുള്ള ഒരു വായന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് കുട്ടികൾക്ക് വീട്ടിലും സ്കൂളിലുമൊക്കെ അത്തരം അനുഭവം ഒരുക്കി കൊടുക്കേണ്ടത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. രതീഷ് മാഷേ, നമുക്ക് നിങ്ങളിനി വായിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളിനി ഒരു കഥ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് വായിച്ചു കൊടുക്കേണ്ടത്? അത് വായിച്ചു കൊടുക്കുമ്പോൾ ഒരേ ശബ്ദത്തിൽ ഒരേപോലെ അല്ലല്ലോ നമ്മൾ കഥ വായിക്കുന്നത്. ആണോ? നമ്മൾ വായിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ആയിരിക്കില്ല. കഥകൾ വായിക്കുമ്പോൾ ഒരേ കഥാപാത്രങ്ങൾ വരുമ്പോൾ അപ്പോഴാണ് അവിടേക്ക് ഒരു പട്ടാളക്കാരൻ വന്നത്. അതെവിടെ, എന്തിനാണ് നിൽക്കുന്നത്? ഈ ശബ്ദം മാറുമ്പോൾ തന്നെ കുട്ടിയുടെ മനസ്സിൽ ഇയാൾ എന്താണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ അവിടെ നിൽക്കുന്ന പാവപ്പെട്ട കുട്ടിയുടെ പേടിച്ച ശബ്ദത്തിൽ പറയുമ്പോൾ, ആ പേടിച്ച ശബ്ദത്തിൽ ഞങ്ങൾ കുട്ടികളാണ്, ഇവിടെ കളിക്കാൻ വന്നതാണ് എന്ന് പറയുന്നത്, ഈ ശബ്ദത്തിലെ വ്യതിയാനമുണ്ടല്ലോ, ആ വ്യതിയാനം വരുത്തിയാണ് കുട്ടികൾക്ക് ഉറക്കെ വായിച്ചു കൊടുക്കേണ്ടത്. വായിച്ച് കേൾക്കുമ്പോൾ, മുതിർന്നവർ വായിച്ചു കേൾക്കുമ്പോൾ അവർക്ക് ഈ ദൃശ്യങ്ങൾ അവരുടെ മനസ്സിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ ആകർഷകമായി ഇത് അവതരിപ്പിക്കാൻ കഴിയണം. എന്താണോ ദേഷ്യപ്പെടുന്നു, സ്നേഹിക്കുന്നു, സന്തോഷിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടു കൂടി പാട്ട് പാടുന്നു എന്ന് പറയുന്ന എഴുത്തിലെ ആവേശം ഉറക്കെ വായിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് പുസ്തകത്തോട് പ്രിയം കൂടും. മൃഗങ്ങളും പക്ഷികളും ഉള്ള കഥയാണെങ്കിൽ ആ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ പ്രത്യേകമായ ശബ്ദം നൽകി പറയാം. കഥാപാത്രങ്ങളുടെ ശബ്ദത്തിലും ഭാവത്തിലും മാറ്റം വരുത്തണം. അത് അതിനെ ചുരുക്കം ഇതാണ്. കുട്ടി ഇങ്ങനെ ചിലപ്പോൾ കണ്ണടച്ച് കേട്ടാൽ അവന്റെ മനസ്സിലേക്ക് ഈ ചിത്രങ്ങളൊക്കെ ഒരു സിനിമ പോലെ കടന്നു വരണം. ഇപ്പോ സിംഹത്തിന്റെ ഡയലോഗ് പറയുമ്പോൾ ശബ്ദം ഗാംഭീര്യത്തോടെയും, ഒരു ചെറിയ പൂച്ചക്കുട്ടിയുടെ ഡയലോഗ് വരുമ്പോൾ ശബ്ദം വളരെ പതുക്കെ പറയണം. അങ്ങനെ പറയാനുള്ള ശീലം നിങ്ങൾ ശീലിക്കുകയാണ്. നിങ്ങൾ അമ്മയും അച്ഛനും ഇങ്ങനെ കഥ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ, നോക്കൂ, നമ്മുടെ കുട്ടികൾ ഉറക്കെ വായിക്കുമ്പോൾ അറിയാതെ ഈ കാര്യം കുട്ടികൾക്കുണ്ടാകും. ഈ ടോണിനനുസരിച്ചായിരിക്കും കുട്ടികൾ പറയുന്നത്. അല്ലാതെ ഒരു 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 കഥയിലെ 2 കാര്യങ്ങൾ, ഞാനാണ് കാട്ടിലെ രാജാവ് എന്ന് പറഞ്ഞു പോരാ. ഞാനാണ് കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോൾ ആ ടോണിനൊരു ആ ടോണിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു കഥാപാത്രത്തിന്റെ രൂപത്തെ കുട്ടി സൃഷ്ടിക്കുവാൻ തയ്യാറാകും. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു കൊടുക്കണം, ഉറക്കെ വായിച്ചു കൊടുക്കണം. വായിച്ചു കൊടുക്കുമ്പോൾ ഈ
കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമുക്ക് അടുത്തലേക്ക് പോകാം. നോക്കൂ, ഇത്രയും കാര്യം തീരുമാനിച്ചാൽ ഈ നിങ്ങളുടെ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടിക്ക് 20 മിനിറ്റ് സമയം നിങ്ങളൊപ്പം ഇരുന്ന് വായിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഒരു സംശയം വേണ്ട, ഇത് വളരെ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടിം ഫോക്സ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു പുസ്തകത്തിൽ പറയുന്നു, ദിവസവും ഒരു 20 മിനിറ്റ് സമയം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക കുട്ടികൾക്ക്. അത് ചിലപ്പോൾ പാഠപുസ്തകം വായിക്കാൻ നിർബന്ധിക്കരുത്. നിങ്ങൾ പാഠപുസ്തകം വായിക്കാൻ നിർബന്ധിക്കേണ്ടതേയില്ല. അത് കുട്ടികൾക്ക് മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ്. മറ്റെന്തെങ്കിലും 20 മിനിറ്റ് വായിക്കും. അത് പരമാവധി പ്രിന്റ് സാധനങ്ങൾ തന്നെ വായിക്കൂ. ഡിജിറ്റൽ സാധ്യതകൾക്ക് അപ്പുറത്തേക്ക് ഡിജിറ്റൽ വായന വേണ്ട എന്നല്ല പറഞ്ഞത്. ചെറിയ പ്രായത്തിൽ പ്രിന്റ് ആയ സാധനങ്ങൾ തന്നെ വായിക്കൂ. ഒരു പുസ്തകം പൂർണ്ണമായി വായിക്കണമെന്നില്ല, ഒരു വാർത്ത വായിച്ചാൽ മതി. അത് ശീലിക്കുന്ന കുട്ടികളിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ചിലരാണെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾക്കായിട്ടൊരു വായനാക്കുറിപ്പ്, വായനാ കാർഡുകളുണ്ട്. ഇപ്പൊ സ്കൂളുകളിലൊക്കെ ടീച്ചേഴ്സ് വായനാ കാർഡുകൾ പറയാം. അതായത് ക്ലാസ് നിലവാരത്തിലുള്ള വായനാ കാർഡുകളൊക്കെ PDF ആയിട്ടൊക്കെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് നൽകാറുണ്ട്. അതിലൊരു വായനാ കാർഡ് നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങളൊരു 10-20 ദിവസം ഈ ശീലമാക്കിയാൽ നിങ്ങളുടെ കുട്ടി, അതാരെങ്കിലും അമ്മയോ അച്ഛനോ അമ്മുമ്മയോ അപ്പൂപ്പനോ ആരെങ്കിലും മതി, ഒരു മുതിർന്ന ഒരാളുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് 20 മിനിറ്റ് സമയം, ചുരുങ്ങിയത് ഒരു പ്രൈമറി ക്ലാസ്സിൽ എല്ലാ ദിവസവും കുട്ടിക്കൊപ്പം ഇരുന്ന് വായിക്കാൻ തയ്യാറായാൽ അത് കുട്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. അതൊരു നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കൂള് ഇപ്പൊ കേൾക്കുന്ന അധ്യാപകർ അവരുടെ രക്ഷകർത്താക്കളോട് പറഞ്ഞാൽ, ഇപ്പൊ എല്ലാ രക്ഷകർത്താക്കളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയം ചെലവാക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നാളെ, ഇപ്പൊ ഇന്ന് ഇതെല്ലാം വായിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് പരീക്ഷയിൽ മാർക്ക് കിട്ടുമെന്നുള്ളതല്ല വിഷയം. കുട്ടിയെ വായനയോട് അടുപ്പിക്കുക, ഭാവിയിൽ എല്ലാത്തരം വായനകളിലും അവനെ ഒന്നാമതാക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി 20 മിനിറ്റുള്ള വായന, ചുരുങ്ങിയത് 20 മിനിറ്റുള്ള വായന നമുക്ക്. ഈ ഡയറിയൊക്കെ എഴുതാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ മതി. പക്ഷെ വായിച്ച കാര്യങ്ങൾ എഴുതി ശീലിക്കുന്നവർ ഉണ്ട്. ചില ആളുകൾ എഴുതത്തെ ഇല്ല, വായിച്ച കാര്യങ്ങൾ വായിച്ച് തന്നെ ഇങ്ങനെ പോകുന്നവർ. ഒരു ഡയറി പോലെ ആകരുത്, പക്ഷെ നമ്മുടെ ഒരു യാന്ത്രികമായ ഡയറി പോലെ ആകരുത് എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോ പല്ല് തേക്കാനും കുളിക്കാനും ഒന്നും കുട്ടികളെ നിർബന്ധിക്കാറില്ല, ഉണ്ടോ? അത് ശീലമായി. അതേപോലെ ഒരു ശീലമായി വായനയെ മാറ്റാൻ നമ്മളൊരു ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും ആ ശ്രമം നടക്കും. തൽക്കാലം ചില സമയത്തൊക്കെ നിങ്ങൾ ഈ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടിയെ അടക്കിയിരുത്തുന്ന ശീലത്തിൽ നിന്ന് മാറി പുസ്തകം കൊടുത്ത് കുട്ടിയെ അങ്ങനെ വായനയുടെ ലോകത്തേക്ക് കടന്നു പോകുന്ന ഒരു കുട്ടി ഏത് ബഹളത്തിനിടയിലും തിരക്കിനിടയിലും ഒക്കെ ഇരുന്ന് പുസ്തകം വായിക്കുന്ന ആളുകളെ നമ്മൾ നിരത്തിൽ പലപ്പോഴും കാണാറുണ്ട്. അവരൊക്കെ അങ്ങനെ വായിക്കുന്നവരാണ്, അങ്ങനെ ഒരു ശീലമായതുകൊണ്ടാണ്. അപ്പൊ ശീലമാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ചെറിയ കുട്ടികളെ വായിക്കുമ്പോൾ അത് അവരുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ കൂടി അതിനെ ബന്ധിപ്പിക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ വലിയ പട്ടാളക്കാരൻ ഒരു തോക്കെടുത്തു വെടിവെച്ചു, അപ്പൊ 2 ശബ്ദമാണ്, നല്ല ഠേ ഠേ എന്ന് ഉച്ചത്തി ശബ്ദം. അപ്പൊ ആ ശബ്ദം അവർ കേൾക്കുകയാണ്. ഇനി അതല്ല, ഇനിയും ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന വലിയ പ്രശസ്തമായ മലയാളത്തിലെ നോവല് നാടകമാക്കിയപ്പോൾ ആ നാടകത്തിന്റെ ഭാഗം, ആ നാടകം വലിയ ഒരു സ്റ്റേജൊക്കെ ഇട്ട് കാസർഗോഡുള്ള ഒരു ടീം ചെയ്യുമ്പോൾ ആ നാടകത്തിൽ ഓരോ ദൃശ്യങ്ങളും ഇങ്ങനെ മിന്നിമറിയുമ്പോൾ അതിൽ ചില ഗന്ധങ്ങൾ, ബിരിയാണിയുടെ കഥ പറയുമ്പോൾ ഒരു ബിരിയാണിയുടെ ഗന്ധം വരും. കച്ചവടത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു കച്ചവടക്കാരൻ അവിടെ നിന്ന് സോഡ നമ്മൾ കാണികളോട് വിൽക്കും. ഇപ്പൊ നമ്മൾ ഈ നാടകത്തിൽ അങ്ങ് ഇഴുകിച്ചേരുകയാണ്. അതുപോലെയാണ് വായനയുമായി ബന്ധപ്പെട്ട, നിങ്ങളിപ്പോ ഒരു കഥയിലുള്ള ഒരു ചെറിയ ലളിതമായ കഥയിലെ കഥാപാത്രം, അമ്മ മുയൽക്കുഞ്ഞിനൊരു കാരറ്റാണ് കൊടുത്തത്. അപ്പൊ മുയൽക്കുഞ്ഞ് ആ കാരറ്റ് തിന്നു. അപ്പൊ വേണമെങ്കിൽ അമ്മയ്ക്ക് ഒരു കാരറ്റിന്റെ കഷ്ണം കൊടുക്കാം, അല്ലെങ്കിൽ നാളെ കാരറ്റിന്റെ തോരനാ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കാരറ്റ് ഇട്ട ദോശ നാളെ ഉണ്ടാക്കി തരും. ഇങ്ങനെ കുട്ടിയുടെ ഇന്ദ്രിയ അനുഭവങ്ങളുമായി കഥയിലെ സംഭവങ്ങളെ ബന്ധിപ്പിക്കുവാൻ കഴിയുമോ? അങ്ങനെ ബന്ധിപ്പിക്കാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ പുറത്തു കൊണ്ടുപോയി പറയണം. അത് സ്കൂളായാലും വീടായാലും അത്തരം അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകണം. അപ്പൊ വായന അനുഭവം ഒരിക്കലും മറക്കാത്ത അനുഭവമായി മാറണമെങ്കിൽ കുട്ടികളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള അനുഭവങ്ങൾ അവർക്ക് വായനയുമായി
ബന്ധപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അപ്പൊ കണ്ണിലും കാതിലും ഒതുക്കാതെ വായനയെ നമുക്ക് അത് വായിക്കും. ഇപ്പൊ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ പാത്തുമ്മയുടെ ആടാണ് നമ്മളിപ്പോ ചെറിയ വായിച്ച കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അതിന്റെ അതിലുണ്ട് കട്ടൻ ചായയും നെയ്യപ്പവും പറയുന്നുണ്ട്. അപ്പൊ ഒരു കട്ടൻ ചായ അമ്മ ഉണ്ടാക്കി, ഇത് പാത്തുമ്മയുടെ ആട് നമ്മൾ ഉറക്കെ വായിക്കുന്നു, രണ്ടുപേർ ചേർന്നിരുന്നു. കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ വേണേ ഒരു കട്ടൻ ചായയും നെയ്യപ്പം. അപ്പൊ അതിന്റെ ഒരു രുചി, അതിന്റെ ഒരു അനുഭവം ഒരുക്കുന്നത് ഈ വായനാ പരിസരം കുട്ടിക്ക് ഹൃദ്യമാക്കുന്നതിൽ സഹായിക്കുമെന്ന് മുതിർന്ന ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആലോചിക്കാം, ഈ മാവിന്റെ പറമ്പ്, മാവിന്റെ തീരം, മാങ്ങായുടെ രുചി, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ദ്രിയ അനുഭവങ്ങൾ കൂടി വായനയുമായി ബന്ധിപ്പിച്ച് നൽകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കുട്ടികളെ അവരുടെ ഓർമ്മകളുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വായിക്കുന്ന പുസ്തകങ്ങളിലെ ആശയങ്ങളെ കുട്ടിയുടെ സ്വന്തം ജീവിതാനുഭവങ്ങളും ഓർമ്മകളുമായി ബന്ധിപ്പിക്കണം. അത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണമെന്നില്ല. കഥയിലെ ഒരു പ്രത്യേക സന്ദർഭം കഴിയുമ്പോൾ അമ്മയും കുട്ടിയും ടീച്ചറും കുട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വലിയ മഴ പെയ്യും. അപ്പൊ അത്തരം കാര്യങ്ങൾ കുട്ടികളിൽ സഹാനുഭൂതിയും സ്നേഹവും വളർത്തും. സ്വന്തം ചിന്തകളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ കുട്ടികൾക്ക് അത് സഹായിക്കും. കുട്ടിയോട് സ്വന്തം ജീവിതത്തിലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ, അങ്ങനെ ഇപ്പം ചില ആളുകൾ കഥ വായിക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ കുട്ടിക്കാലത്ത് ശേഖരിച്ചു വെച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുട്ടിക്കും അങ്ങനെ ഒരു ഓർമ്മയുടെ ഒരു പെട്ടി, സന്തോഷ നിമിഷങ്ങളെ കുറിച്ച് ക്ലാസ്സിൽ സംസാരിക്കാൻ അവസരം നൽകാം. ഓർമ്മയുടെ ഒരു പെട്ടി അവർക്ക് സൂക്ഷിക്കാം. ചിലപ്പോൾ ഒരു മൈപ്പീലി ആയിരിക്കാം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ ഒരു സൈഡ് ഗ്ലാസ് വെച്ചിങ്ങനെ ഒരു കയറി ചെല്ലുന്ന ഭിത്തിയിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് അകത്ത് കുറെ കുത്തിവരകളാണ്. അപ്പം അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് അവിടുത്തെ കുട്ടി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ആ ഭിത്തിയിൽ ക്രയോൺസും കളറും ഒക്കെ വെച്ച് വരച്ച ചിത്രങ്ങളാണ്. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള പ്രായത്തിൽ വരച്ച ചിത്രങ്ങളാണ്. ഒന്നും ചെയ്തില്ല, പെയിന്റ് അടിച്ച് മറച്ചില്ല. പകരം ആ വീട്ടിൽ രക്ഷകർത്താക്കൾ ചെയ്തത് ആ കുട്ടിയുടെ ആ വരയ്ക്ക് മുകളിലേക്ക് ഒരു ഗ്ലാസ് അങ്ങ് വെച്ചു. അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ കുട്ടി എന്ത് ചെയ്യും ചോദിച്ചപ്പോൾ കുട്ടിക്ക് 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ചിത്രം സൂക്ഷിക്കുകയാണ്. ഇതൊരു വല്ലാത്ത ഓർമ്മയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ കുട്ടിയുടെ കുത്തിവരയൊക്കെ കുട്ടിയുടെ എഴുത്തിന്റെയും വായനയുടെയും ഒക്കെ ഒരു തലമാണ്. ഈ കുത്തി വരച്ചിട്ട് കുട്ടി തന്നെ അത് ഉറക്കെ വായിച്ചിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ വരച്ചു വെച്ചിട്ട്. അപ്പൊ ഈ ഓർമ്മകൾ നമ്മൾ കുട്ടികൾക്ക് സൂക്ഷിക്കാൻ നൽകുന്നത് വായനയോട് അടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വായനയോട് കുട്ടികളെ ഇഷ്ടപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അടുത്തതിലേക്ക് പോകാം. നമ്മളെല്ലാവരും കുറ്റപ്പെടുന്നത് എന്താണെന്നറിയാമോ? സാങ്കേതിക വിദ്യ മോശമാണ് എന്ന് പറയാനാണ്. അല്ല, ഇനിയും അടുത്ത ഒരു 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 സ്ലൈഡ് വിട്ട് അടുത്തതിലേക്കാണ് ഞാൻ പോയത്. ഈ കഥ വായിച്ച് കേൾക്കുമ്പോൾ നിരന്തരം കുട്ടികളെ ചിന്തിക്കണം. നമ്മളിപ്പോൾ ഈ കുട്ടികളുടെ ചിന്താ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പരീക്ഷയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പൊ ആ ചിന്താ പ്രക്രിയയെ സജീവമാക്കുവാൻ ആവശ്യമായി നിരന്തരം കുട്ടികളോട് ചോദ്യം ചോദിക്കണം. ഇപ്പോഴെന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം? കുരങ്ങനും കടുവയും തമ്മിൽ അടി കൂടുന്നു. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം? സിംഹരാജാവ് ചോദിച്ചു. അപ്പൊ നമ്മുടെ ചോദ്യം കുട്ടികളോട്, നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ? അവൻ പറയട്ടെ. അവനത്, അല്ലെങ്കിൽ ഇനിയും ഈ അടി കൂടിയാൽ നീ ആരുടെ പക്ഷത്താണ്? സിംഹത്തിന്റെ ആണോ, അല്ല കടുവയുടെ ആണോ, കുരങ്ങന്റെ ആണോ? കടുവയുടെ പക്ഷത്താണെങ്കിൽ എന്തുകൊണ്ടാണ് കടുവയുടെ പക്ഷത്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. കഥ വായിച്ചു കൊടുക്കുമ്പോൾ വെറും ഒരു കേൾവിക്കാരൻ മാത്രമല്ല കുട്ടി. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അവനെ സജീവമായി അതിന്മേൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണം. ഒരു കഥയിലെ നായകൻ ഒരു ഗുഹയിലേക്ക് കടക്കുന്ന വഴിത്തിരിവിൽ കഥാനായകൻ ഗുഹയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, മോളെ, ആ ഗുഹയിൽ എന്തായിരിക്കും ഉണ്ടാവുക? നീ ആണെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. എന്താണ്, ഗുഹയ്ക്കുള്ളിൽ വല്ലതും കാണുമോ? ഗുഹയ്ക്കുള്ളിൽ വല്ലതും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ? നീ ഗുഹയ്ക്കുള്ളിൽ നിധിയാണോ ഇരിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടിയുടെ മനസ്സിലേക്ക് വരും. അത് കുട്ടിയുടെ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം കൂടിയാവുമ്പോൾ കുട്ടിയുടെ പ്രശ്ന പരിഹാരത്തിന്റെ കഴിവുകളാണ് നമുക്ക് അത് വികസിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ബാക്കി ഉണ്ടാക്കി പറയാനും പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ അച്ചടിച്ച മെറ്റീരിയൽ വായിക്കുന്നതിനൊപ്പം തന്നെ ഭാവനയിലുള്ള കഥ വായിക്കാൻ അവസരം കൊടുക്കുന്നത് കുട്ടിയുടെ യഥാർത്ഥ വായനയിലേക്ക് നയിക്കുവാൻ സഹായിക്കും. കുട്ടി ഭാവനയിൽ പറയട്ടെ, ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും. പച്ച നിറമുള്ള ഒരു ആന ടാക്സിക്കാർ പിടിച്ച് കാട്ടിലേക്ക് അടിച്ചു വിട്ട് വന്നു എന്നായിരിക്കും പറയുന്നത്. നിൽക്കട്ടെ, ഒന്നും പറയണ്ട, തിരുത്തണ്ട.
എന്നിട്ട് ചോദിക്കണം, എന്നിട്ട് ആന എങ്ങോട്ട് പോയി, അപ്പൊ കാട്ടിൽ വേറെ ഏതെങ്കിലും വാഹനം ഉണ്ടായിരുന്നോ? അങ്ങനെ ചിന്തിക്കട്ടെ. ഈ ഭാവനയാണ് കുട്ടിയെ യഥാർത്ഥ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ വലിയ തോതിൽ സഹായിക്കുന്നത്. ഈ ഭാവനയാണ് കുട്ടിയെ എഴുത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ശരി, ഇപ്പോഴും നമ്മൾ പലപ്പോഴും തടസ്സം പറയുന്നത് എന്താണെന്ന് അറിയാമോ? കുട്ടികളെല്ലാം മൊബൈൽ ഫോണിന്റെ അടിമകളാണ്. അതുകൊണ്ട് കുട്ടികളൊന്നും, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. മൊബൈൽ ഫോൺ കാണുന്നത് കൊണ്ട് കുട്ടികൾക്കൊന്നും പഠിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ പുസ്തകം വായിക്കാൻ മടിയുള്ള കുട്ടികളെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും ഓഡിയോ കഥകളും ഉപയോഗിക്കണം. കഥ കേൾക്കുക, കഥ കഥ ആ, കഥയുടെ പകുതി കാണുക. വാക്കുകൾ, ഈ ദൃശ്യത്തിന്റെ പരിമിതി എന്ന് വെച്ചാൽ അത് കുട്ടികളുടെ മനസ്സിൽ ഭാവനയിൽ ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് തടസ്സമാക്കും. പക്ഷെ നമുക്ക് ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി, കുട്ടിയുടെ വൊക്കാബുലറി ഒക്കെ വർദ്ധിക്കും. കുട്ടികളെ നമ്മളിപ്പോ പലപ്പോഴും കുട്ടികളെ അടക്കി നിർത്താൻ ചെയ്യുന്നത് മൊബൈൽ ഗെയിമുകളാണ്. അവിടെ നിന്ന് നമുക്ക് വേണ്ടത് നമ്മൾ കുട്ടികൾക്ക് ആ മൊബൈൽ ഗെയിമിന്റെ സ്ഥാനത്ത് ഓഡിയോ കഥകളൊക്കെ കേൾക്കാനുള്ള അവസരങ്ങൾ നടത്തണം. മുമ്പ് സൂചിപ്പിച്ചതിനോടൊപ്പം ചേർത്ത് അടുത്ത സ്ലൈഡിലേക്ക്, ആളുകൾ 1 മണിക്കൂറോളം ആകുന്നതുകൊണ്ടാണ് വേഗം പറയുന്നത്. അടുത്ത ഇതിലേക്ക് നമ്മുടെ യാത്രകളാണ്. നമ്മൾ വായനശാലയിലേക്കും പുസ്തകശാലകളിലേക്ക് യാത്ര ചെയ്യണം. കുട്ടികളെ പുസ്തകങ്ങൾ മാത്രമുള്ള ഒരു വലിയ ലോകത്തേക്ക് കൊണ്ടുപോവുക. വായനശാലകളും പുസ്തക കച്ചവട കേന്ദ്രങ്ങളും അതിന് നമുക്ക് മികച്ച ഇടങ്ങളാണ്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ PN പണിക്കർ ആരെന്നൊക്കെ കുട്ടികൾക്ക് ചോദിച്ചാൽ അദ്ദേഹം ലൈബ്രറികൾ സ്ഥാപിച്ചു. മാസത്തിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലോ നിങ്ങൾ അടുത്തുള്ള വായനശാലയെ കൊണ്ടുവരും. അവന്റെ പേരിൽ ഒരു വായനയുടെ പുസ്തകം എടുത്ത് തുടങ്ങുക. അമ്മയോ അച്ഛനോ ആരെങ്കിലും പോയിട്ട് വായനശാലയിൽ ഒരു ലൈബ്രറി മെമ്പർഷിപ്പ് എടുത്തിട്ട് കുട്ടിയുടെ പേരിൽ, പുസ്തകം വീട്ടിലില്ല എന്ന് തീരുമാനിക്കുന്ന കുട്ടിയുടെ പേരിൽ 2 പുസ്തകം എടുത്തുകൊണ്ട് വരിക. അത് ആ പുസ്തക കൂമ്പാരം കാണുമ്പോൾ തന്നെ വലിയ വായനയെക്കുറിച്ച് കുട്ടിയുടെ ഒരു ഒരു അവബോധം മാറുകയാണ്. പിന്നെ നമ്മൾ എപ്പോഴും കുറ്റപ്പെടുന്നത് ആരെയാണ്? ഈ കുട്ടികളോട് നോക്കൂ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. കുട്ടികളോട് വായിക്കൂ 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 എന്ന് എത്ര ഉപദേശിച്ചാലും അവർ കേൾക്കുകയില്ല. എന്താ കാര്യം? അവർ നമ്മളെയാണ് അനുകരിക്കുന്നത്. അടുത്ത സ്ലൈഡ് എടുത്തോ രതീഷ് മാഷെ. കുട്ടികൾ വായിക്കാത്തതിന് കാരണം കുട്ടികളല്ല. കുട്ടികൾ വായിക്കാത്തതിന് കാരണം മുതിർന്നവർ തന്നെയാണ്. രക്ഷിതാക്കൾ ഒരു കയ്യിൽ പിടിച്ച് മൊബൈലും പിടിച്ച് TV-ക്ക് മുന്നിലിരുന്ന് കുട്ടികളോട് വായിക്കാൻ പറഞ്ഞാൽ അവരനുസരിക്കുകയില്ല. പകരം വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കുറെ സമയങ്ങൾ മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച് നിശബ്ദമായി പുസ്തകം വായിക്കുന്ന ഒരു അരമണിക്കൂർ സമയം അമ്മയോ അച്ഛനോ ഉണ്ടെങ്കിൽ ആ കുട്ടി ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കും. മുമ്പ് പറഞ്ഞ 20 മിനിറ്റ് സമയം നമുക്കും ചിലപ്പോൾ ആവശ്യമായിരുന്നു. നമുക്ക് ഈ വായനയിലേക്ക്, എല്ലാവരും ഒരു ഭാഗത്തൊക്കെ വായിച്ചവരാണ്. വായനയിൽ നിന്ന് നമുക്ക് തിരിച്ചു മടങ്ങാൻ നമുക്ക് ഒരു കുറച്ച് സമയം വീട്ടിൽ വായിക്കേണ്ടി വരും. എല്ലാ ദിവസവും അരമണിക്കൂർ വായിക്കും. ചിലപ്പോൾ കുട്ടിയുടെ പാഠപുസ്തകമായിരിക്കും വായിക്കുന്നത്, ചിലപ്പോൾ ഒരു മാസികയുടെ ഏതാനും പേജുകളായിരിക്കും. അത് കുട്ടികൾ കൂടി താല്പര്യമുള്ള വിഷയം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് 2 പേർക്കും വായനയിലേക്ക് കടക്കുവാനുള്ള ഒരു എളുപ്പമായിരിക്കും. ഇത് വായന എന്ന് പറയുന്നത് വായിച്ച് നിർത്തുകയല്ല. വായനയിൽ നിന്ന് നമ്മൾ കുട്ടികൾ, അടുത്ത ഇതിലേക്ക് രതീഷ് മാഷെ, വായനയിൽ നമുക്ക് എഴുത്തിലേക്ക് പോകണം. ഇപ്പൊ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനോടുള്ള പ്രതികരണങ്ങൾ ചിലപ്പോൾ ആദ്യമൊക്കെ പറയുകയായിരിക്കും കുട്ടികൾ. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പുസ്തകക്കുറിപ്പൊന്നും വേണമെന്നില്ല ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക്. ചിലപ്പോൾ ഒരു ആനയുടെ കഥയാണ് വായിച്ചെങ്കിൽ ആനയൊക്കെ നീ ഒരു കത്ത് എഴുതിയാൽ എന്തൊക്കെ എഴുതും? അങ്ങനെ ഒരു കത്ത് എഴുതിയാൽ അത് വീട്ടിലാണ് എഴുതുന്നെങ്കിൽ ക്ലാസ്സിലെ ടീച്ചർക്ക് കൊടുത്തു വിടാം. എന്റെ കുട്ടി ഇന്ന കഥ വായിച്ചിട്ട് ആനയ്ക്ക് എഴുതിയ കത്താണ്. ചിലപ്പോൾ അക്ഷരത്തെറ്റൊക്കെ ആയിരിക്കാം, പക്ഷെ ആശയം ഉണ്ടാകും അതിൽ. ആ ആശയത്തെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ആ ആശയമാണ് കുട്ടിക്ക് നാളുകളിൽ വലിയ വിനിമയ ശേഷി ഉണ്ടാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, പുസ്തകമായിട്ടൊരു അറ്റാച്ച്മെന്റ് കുട്ടിക്ക് ഉണ്ടാകണം. അതിനെന്താ ചെയ്യേണ്ടത്? ഈ പുസ്തകം സൂക്ഷിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെയൊക്കെ കാലത്ത് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം തന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ നമ്മളോട് പറയുമായിരുന്നു. അടുത്ത സ്ലൈഡിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു മാസ്റ്റർ. പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഒരു കൂട്ടം കടലാസൊന്നുമല്ല, മറിച്ച് അത് സ്വന്തം വസ്തുക്കളുടെ ഉത്തരവാദിത്വം ഉണ്ടാക്കുന്നതിന്റെ പേര് ഈ പുസ്തകം കുത്തിക്കെട്ടാൻ പഠിക്കണം. പുസ്തകം കവർ പോയിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിക്കാൻ പഠിപ്പിക്കണം. സെല്ലോറ്റേപ്പ് പൊട്ടിച്ച് കീറിയ ഭാഗം ഒട്ടിക്കാൻ പഠിപ്പിക്കണം. ഇതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് കേടുവന്ന പുസ്തകത്താളുകൾ പശയും ടേപ്പും ഉപയോഗിച്ച് കുട്ടികളോടൊപ്പം ചേർന്ന് ശരിയാക്കുക. അവർക്ക് സ്വന്തമായി മനോഹരമായ ഒരു ബുക്ക് മാർക്ക്
നിർമ്മിക്കുക. ബുക്ക് മാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് പുസ്തകം വായിച്ച പേജ് എവിടെയാണോ അവിടെ സൂക്ഷിക്കാൻ ഒരു കാർഡ് എടുത്തിട്ട്, ഒരു പോസ്റ്റ് കാർഡോ ഒരു കല്യാണക്കുറിയോ ഒക്കെ എടുത്തിട്ട് അതേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അമ്മയും അച്ഛനും കൂടി അതിന്റെ ഇടയ്ക്ക് അതിലേക്ക് വെച്ചിട്ട് അതിനുപയോഗിക്കാം. പുസ്തകത്തിന്റെ പേജിൽ ചിത്രത്തിന്റെ ആ പേജിലേക്ക് പിന്നെ ബുക്ക് മാർക്ക് വെച്ച് കുട്ടിക്ക് വായിക്കാനുള്ള അവസരം കൊടുക്കുക. അത് അവരുടെ സർഗാത്മകതയും കരകൗശല കഴിവുകളും ഒക്കെ വികസിപ്പിക്കും. കേടുവന്ന പുസ്തകങ്ങൾ നന്നായി സൂക്ഷിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക. ഇതെല്ലാം കുട്ടികളെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ പുസ്തകത്തോട് അടുപ്പിക്കും. അടുത്ത ഇതിലേക്ക് പോകാൻ വിശ്വാസം. ഇതിൽ നിന്ന് സർഗാത്മകമായ അനുഭവങ്ങളിലേക്ക് പോയാൽ കുട്ടികൾ ഈ പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് ചെറിയ പ്രായത്തിൽ നാടകം അഭിനയിച്ചു തുടങ്ങുന്ന ഒരു ശീലം ഈ പണ്ട് നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്കുണ്ടായിരുന്നു. അന്ന് ഈ പുസ്തകത്തിലൊന്നും ഇത്ര അഭിനയത്തിന് അവസരമില്ലാത്തപ്പോൾ ഈ പ്രൊഫഷണൽ സ്കൂൾ കലോത്സവം ആകുമ്പോഴേക്കും ഒരു നാടകം സംഘടിപ്പിക്കും. അന്നേ വരെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ആളുകളെല്ലാം നാടകത്തിന്റെ പുസ്തകം അന്വേഷിച്ച ഒരു നടപ്പാണ്. അത് വായിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരുടെ ഒരു അഭിനയശേഷി പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് അത് തേടി അവർ വരും. അപ്പൊ അത്തരം കലാകായിക കാര്യങ്ങളുമായി ഈ പുസ്തകത്തെ ബന്ധിപ്പിക്കണം. അത് ടീച്ചേഴ്സിനാണ് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്. പാവകളി പോലുള്ള കാര്യങ്ങൾ അതിന്റെ അകത്തിൽ ഉപയോഗിക്കണം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. കുട്ടികൾ എല്ലാവരും എഴുത്തുകാരാണ്. ഇപ്പൊ നിങ്ങളുടെ കുട്ടി ഒരു കഥ വായിച്ചിട്ട് നിനക്കൊരു പുസ്തകം ഉണ്ടാക്കാൻ ചോദിച്ചാൽ ഒരു 4 വെള്ളപ്പേപ്പർ കൊടുക്കുക. 4 വെള്ളപ്പേപ്പറിലും ഒരു കഥയുടെ ഭാഗമായി വരുന്ന ഇഷ്ടമുള്ള ചിത്രങ്ങൾ, കഥയുടെ ചിത്രത്തിന്റെ പൂർണ്ണതയൊന്നും ഒരു പ്രശ്നമല്ല. ഒരു LP ക്ലാസ്സിൽ വരയ്ക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരച്ചു വെച്ചാൽ മതി. വരച്ചു വെച്ചിട്ട് ഓരോന്നിന്റെയും അടിയിൽ നീ ഉണ്ടാക്കുന്ന കഥയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്, ഓരോന്നിന്റെ അടിയിൽ ഓരോ വരി എഴുതും. അതിലെ അക്ഷരത്തെറ്റും പ്രശ്നമില്ല. കുട്ടി ചിലപ്പോൾ 4 അക്ഷരം എഴുതിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ അക്ഷരത്തെ കുട്ടിയെ കൊണ്ട് ഉറക്കെ വായിപ്പിക്കണം. അതിനെ ഉറക്കെ വായിപ്പിച്ചതിന് ശേഷം അമ്മയ്ക്ക് വേണമെങ്കിൽ അതിന്റെ അടിയിൽ എഴുതാം. 1-ാം ക്ലാസ്സിലെ സംയുക്ത ഡയറി പോലെ അമ്മയ്ക്ക് എഴുതാം. എന്താണ്? ആനയ്ക്ക് വിശക്കുന്നു. അതാണ് അവൻ പറയുന്നത്. ഈ ആന വിശന്നിരിക്കുകയാണ്, താനെ വിശന്നിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അടിയിൽ എഴുതി കൊടുക്കാം. ആ എഴുത്തുണ്ടല്ലോ, അത് കുട്ടിക്ക് ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമാണ്. അങ്ങനെ അമ്മ എഴുതി കൊടുക്കുന്ന അത് വായിക്കുന്നു. അപ്പൊ അവൻ ആ എഴുതിയതിന്റെ തെറ്റ് തിരുത്തുന്നു. അടുത്ത വരിയിൽ അവൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും, അതും അവനും ചോദിക്കുന്നു. അങ്ങനെ അവന്റെ പുസ്തകമായി അതിനെ തിരുത്തി എഴുതിയിട്ട് വീണ്ടും വേണമെങ്കിൽ മെച്ചപ്പെടുത്തി, അങ്ങനെ കുഞ്ഞു അവന്റെ എഴുത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അവനെ വായനയിലേക്ക് നടത്തും. കാര്യം വെച്ചാൽ ഞാനും ഒരു പുസ്തകമൊക്കെ ഉണ്ടാക്കി. അവന്റെ ഒരു പേരൊക്കെ എഴുതി വൃത്തിയാക്കി ഒരു കവറൊക്കെ വരച്ച് അവന്റെ പുസ്തകമാണ് എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വീട്ടിലും സ്കൂളിലും ഒക്കെ വെച്ചാൽ തീർച്ചയായും അത് കുട്ടികളെ എഴുത്തിലേക്കും വായനയിലേക്കും ഒക്കെ നയിക്കും. അത് തുന്നിച്ചേർത്ത് ഒരു പുസ്തകം മതി. എല്ലാ കുട്ടികളും അങ്ങനെ ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ ശേഖരി. ഇപ്പൊ കുട്ടികളുടെ രചനകൾ വെച്ച് നമ്മൾ പുസ്തകങ്ങൾ അച്ചടിക്കുന്ന ഒരു കാലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അച്ചടിക്കുമ്പോഴും വായിക്കാൻ അറിയുന്ന കുട്ടികളും എഴുത്തിൽ മിടുക്കരായ കുട്ടികളും മാത്രമേ അതിലുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ പരിമിതി. ആ പരിമിതിയാണ് നമുക്ക് മറികടക്കേണ്ടത്. രക്ഷകർത്താക്കൾക്ക് വീട്ടിൽ ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണിത്, കുട്ടികളെ വായനയിലേക്ക് എത്തിക്കുന്നതിന്റെ ആദ്യപടി എന്ന നിലയിൽ. അടുത്ത ഇതിലേക്ക് പോവാം. വായന എന്ന് പറയുന്നത് ശാസ്ത്രീയമായി അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യം ചുമ്മാ നമ്മൾ ഓടിച്ചു നോക്കും. ഒരു പുസ്തകം കിട്ടിയാൽ അത് നമ്മളായാലും നോക്കും, കുട്ടികളായാലും നോക്കും. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ഓടി എന്ന് പോകും. എന്നിട്ട് നമ്മൾ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കും. എന്തായിരിക്കും ഇതിനുള്ളിലുള്ളത്? ആ ചിത്രത്തിൽ അങ്ങനെ കാണുന്നത്, അപ്പൊ ഇത് മിഷനെ കുറിച്ചുള്ളതാണോ എന്ന ചോദ്യം ചോദിക്കും. പിന്നീടായിരിക്കും നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ ആ 3 കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടി പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലെ കാര്യങ്ങൾ പറയുക, ഓർത്ത് പറയണം, അതിലെ കാര്യങ്ങൾ വിലയിരുത്തണം. ഇതാണ് ശാസ്ത്രീയമായ വായന. ഒരു ചെറിയ കഥ വായിച്ചാൽ കുട്ടിക്ക് ആ കഥ കൊടുത്താൽ കുട്ടി അത് ഓടിച്ചു നോക്കണം. അതിൽ നിന്ന് കുട്ടി ചില ചോദ്യങ്ങൾ മനസ്സിൽ ചോദിക്കണം. പിന്നെ അത് വായിക്കുക, പിന്നെ അത് ഓർത്ത് നോക്കുക, പിന്നെ അതിനോട് തന്നെ കുട്ടി ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായ ഒരു വായനയുടെ രീതി. ഓടിച്ച് വായിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചാണ് വായന നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു പുസ്തകം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഇതിനെന്തായിരിക്കും? കവിത, നല്ല കവിത ഉണ്ടായിരിക്കുമോ? അതിൻ്റെ അകത്ത് എന്താണ്? മഴയെക്കുറിച്ച് ഒരു കവിത കണ്ടല്ലോ, ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിച്ചാണ് നമ്മൾ വായന തുടരുക. അപ്പൊ അത് വായിച്ചതിന് ശേഷം പുസ്തകത്തെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ എല്ലാ ഈ വായിക്കാൻ അറിയാത്ത കുട്ടി വിലയിരുത്തൽ കുറിപ്പ് എഴുതത്തില്ല. വായിക്കാൻ അറിയാത്ത വിലയിരുത്തൽ കുട്ടിയുടെ കുറിപ്പ് അവന്റെ വർത്തമാനമാണ്. ചിലപ്പോൾ അമ്മയ്ക്കോ ടീച്ചറിനോ ആ കുറിപ്പ് എഴുതാം. ഇപ്പൊ 4-ാം ക്ലാസ്സിൽ സൈക്കിളെ ഔട്ടി ആകാശത്ത് പോകുന്ന കുട്ടിയെ കുറിച്ച് ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ഒന്നും എഴുതാതെ ഒരുത്തൻ ഇരിക്കുന്നു. അവൻ ഈ കഥയെല്ലാം കേട്ട് ആ പാട്ടൊക്കെ കാണാപ്പാടം പഠിച്ച് സൈക്കിള് ചേട്ടാ എന്ന് പറഞ്ഞ് അങ്ങ് പാടുകയാണ്.
അങ്ങനെ പാടി തുടങ്ങുന്ന കുട്ടിക്ക് ഈ പുസ്തകത്തെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചപ്പോൾ അവൻ മാത്രം ബുക്കിലൊന്നുമില്ല. പക്ഷെ അവൻ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് അന്തം വിട്ടുപോയത്. അവനിങ്ങനെ പൈപ്പ് തുറന്നു വിട്ട പോലെ കാര്യങ്ങൾ പറയാണ്. ഞാനതൊരു പേപ്പറിൽ കുറിച്ച് എഴുതി അവൻ പറഞ്ഞത് അതുപോലെ. എന്നിട്ട് അത് അവന്റെ കൊടുത്തു. ആ കുട്ടി വളരെ അതിശയത്തോടെ, അത് വായിക്കാനൊന്നും അവനറിയില്ല. പക്ഷെ അവനത് നോക്കുകയാണ്. ഞാൻ എന്നിട്ട് ഒന്നാമത്തെ കാര്യം, നീ ആദ്യം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എഴുതിയ അതേ വാക്യം ആ കുട്ടി പറഞ്ഞു. അപ്പൊ ഇത് എല്ലാ അക്ഷരവും പഠിച്ചിട്ടോ എല്ലാ ചിഹ്നങ്ങളും പഠിച്ചിട്ടോ ഒന്നുമല്ല അവൻ വായിച്ചത്. അവന്റെ ഉള്ളിലുള്ള ആശയത്തെ പകർത്തി കൊടുക്കുമ്പോൾ അവൻ എഴുത്തിലേക്കും വായനയിലേക്കും നീങ്ങും എന്നത് ഉറപ്പായ കാര്യമാണ്. അത് പ്രധാനപ്പെട്ട വായനയിലേക്ക് കുട്ടിയെ അടുപ്പിക്കാനുള്ള കാര്യവുമാണ്. അടുത്തതിലേക്ക് പോകാം. നമ്മളിങ്ങനെ കഥകളുടെ മാത്രം ലോകത്തേക്കല്ല കുട്ടികളെ നയിക്കേണ്ടത്. മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി പോകണം. നമുക്ക് എന്ത് ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് ഒരു പെൻസിലിന്റെ കുറ്റി തപ്പി നടക്കുന്ന മഹാത്മാഗാന്ധി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടെങ്കിലും എന്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഗാന്ധിജി ഇങ്ങനെ പേന കുട്ടി, അതെന്താ കാര്യം ചോദിക്കുമ്പോൾ അതൊരു കുട്ടിക്ക് വേണ്ടി ഞാൻ കുട്ടി എനിക്ക് തന്ന സമ്മാനമാണ് എന്ന് മഹാത്മാഗാന്ധി പറയുന്നിടത്ത്, അപ്പൊ ആ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാത്മാഗാന്ധി. ഇത് ജീവചരിത്രത്തിലെ അല്ലെങ്കിൽ ആത്മകഥയുടെ ഭാഗമാണ്. ഇത് കുട്ടികൾക്ക്, ഇത്തരം ജീവചരിത്ര അനുഭവങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ വിജ്ഞാനം, ഇപ്പൊ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ചുറ്റും കാണുന്ന സാങ്കേതികമായ കാര്യങ്ങൾ, അതൊക്കെ ലളിതമായി കുട്ടികൾക്ക് പറഞ്ഞും എഴുതിയും പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ചെറിയ കുറിപ്പുകൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അത് വായിക്കാം. അത് ചിലപ്പോൾ ഫോണിലായാലും മതി. ഇപ്പോൾ ഒരിടത്ത് ചെല്ലുമ്പോൾ തറ തുടയ്ക്കുന്ന ഒരു റോബോട്ടിനെ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കാം അതെന്താണ് എന്ന് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന കാര്യം കുട്ടിക്ക് വായിക്കാം. ആ കുട്ടി ആ കൗതുകത്തിൽ അത് വായിക്കും. ഒരു എസ്കലേറ്ററിൽ കയറി യന്ത്രക്കോവേണിയിൽ കുട്ടി കയറി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ആരാണ് യന്ത്രക്കോവേണി കണ്ടുപിടിച്ചത്, യന്ത്രക്കോവേണി ആദ്യം എങ്ങനെയായിരുന്നു, ഇങ്ങനെ യന്ത്രക്കോവേണി മുമ്പുണ്ടായിരുന്നു, ആരുടെ സങ്കല്പമാണ്, അപ്പോഴാ കുറിപ്പ് കുട്ടി വായിക്കാൻ താല്പര്യം തോന്നും. അപ്പൊ വിജ്ഞാനപ്രദമായ വായനയ്ക്കും ഈ പ്രായത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വെറും കഥകളിൽ മാത്രമല്ല കുട്ടികളെ നടത്തേണ്ടത്. ചില കുട്ടികൾക്ക് അതാ ഇഷ്ടം. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കുട്ടിയും പൂച്ചയുടെയും പട്ടിയുടെയും കഥയാണ് ഇഷ്ടപ്പെടുന്നത്. ചില കുട്ടികളുടെ ടേസ്റ്റ് അതാണ്. ആ രുചിക്കനുസരിച്ചുള്ള വായനാ സാമഗ്രികൾ അവർക്ക് കൊടുക്കണം. അവസാനമാണ് നമ്മൾ ഇതിനെ പഠന വിഷയങ്ങളുമായി ബന്ധിപ്പിക്കണം. ക്ലാസ്സിൽ ഒരു കാര്യം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതാ ഊട്ടിയിലേക്ക് പോകുന്ന ഒരു തീവണ്ടിയുടെ കഥ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ തീവണ്ടിയെ കുറിച്ചുള്ള ഒരു പുസ്തകം കൊടുത്താൽ കുട്ടിക്ക് വായിക്കാം. ചെറിയ പഠിക്കാൻ നല്ലോണം വായിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അക്ഷരങ്ങളും ചിത്ര പുസ്തകങ്ങളും, വായനയിലേക്ക് വരുന്ന കുട്ടികൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് വളരെ കുറച്ച് എഴുത്തും കൂടുതൽ ചിത്രങ്ങളുള്ള പുസ്തകവും നൽകി അതിനുവേണ്ടി ശ്രമിക്കാം. അങ്ങനെ ബഹിരാകാശം, കാട്ടുമൃഗങ്ങൾ, വിജ്ഞാനകോശങ്ങൾ, മാപ്പ് നൽകി, ഈ ലോകത്തിന്റെയും ഒക്കെ ഭൂപടം നൽകി യാത്രയുടെ കഥ പറയലൊക്കെ നമുക്ക് ചെയ്യാം. അടുത്തതിലേക്ക് പോവാം. രതീഷ് മാഷേ. എപ്പോഴും കുട്ടികൾക്ക് വായിക്കാൻ ഒരു 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 ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. ഏകാഗ്രമായി വായിക്കാൻ കഴിയുമ്പോൾ കുട്ടിക്ക് വായനയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കൂടുതലാണ്. ഇപ്പൊ പലപ്പോഴും കുട്ടികളുടെ വായന ഏകാഗ്രമല്ലാതെ പിന്നെ ലക്ഷ്യബോധവുമില്ലാതെ, നമ്മളൊരു വിമാനം പറത്തുന്നത് പോലെയാണ് വായന. എങ്ങോട്ട് പോകേണ്ടതെന്നുള്ള കൃത്യമായ ലക്ഷ്യം നമ്മൾ ടീച്ചേഴ്സിനും രക്ഷകർത്താവിനും വേണം ആദ്യഘട്ടത്തിൽ. വായിക്കുമ്പോൾ ആ വിഷയത്തിൽ മാത്രം ചിന്തിക്കാനും ഇടയ്ക്ക് മനസ്സ് മാറുമ്പോൾ അതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനും കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ പ്രശ്നം ഇപ്പൊ ഇതാ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം വായിക്കാൻ എടുത്താൽ നമ്മുടെ വായനയുടെ ചിന്ത പകുതിക്ക് അടുത്ത് വേർതിരിഞ്ഞു പോകും. അവിടുന്ന് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മൾ സ്വയം ചോദ്യം ചോദിക്കണം, അയ്യോ ഞാൻ ഈ വായിച്ച മേളത്തെ എന്താണ് വായിച്ചത് എന്ന് ചോദിച്ചിട്ട് അത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പോയി ഒന്നുകൂടെ വായിക്കുക. കുട്ടികളെ ഇത് ചോദിക്കണം. നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. കുട്ടി ഉറക്ക വായിക്കുന്ന കുട്ടിയാണെങ്കിൽ പലപ്പോഴും ഉറക്ക വായിക്കുന്നത് വളരെ യാന്ത്രികമായിരിക്കും. അപ്പൊ കുട്ടിക്ക് ശീലം ഉണ്ടാകണം. മനസ്സ് മാറുമ്പോൾ അതിനെ തിരിച്ചു വായനയിലേക്ക് കൊണ്ടുവരാൻ കുട്ടിക്ക് ശീലം ഉണ്ടാകണം. വായിക്കുമ്പോൾ അടുത്തലേക്ക് പോകാം. അത് ആ കാര്യം ഒന്ന് വിശദീകരിക്കാന്ന് വെച്ചാൽ, അടുത്തതെന്ന് വെച്ചാൽ വായിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പുതിയ വാക്കുകൾ കിട്ടുന്നത്. അല്ല, വാക്കെല്ലാം കൂടി പഠിപ്പിച്ചിട്ട് കുട്ടികളെ വായിപ്പിക്കാമെന്ന് നമ്മൾ കരുതരുത്.
കുട്ടികൾക്ക് വാക്കുകൾ കിട്ടുന്നത് കഥ കേൾക്കുമ്പോഴാണ്, വായിക്കുമ്പോഴാണ്. അപ്പൊ വാക്കുകളുടെ പദസമ്പത്തിന്റെ വലിയൊരു കോട്ട കുട്ടികൾക്ക് കിട്ടുകയാണ്. അത് വായന കേൾക്കാനും വായിക്കാനും അവസരം നൽകുമ്പോഴാണ്. അത് കുട്ടികൾക്ക് എഴുത്തിലും സംസാരത്തിലും ആത്മവിശ്വാസം ഉണ്ടാക്കും. നിങ്ങളുടെ കുട്ടി വരുന്ന ഒരു മാസം കൊണ്ട് ചെറിയ 10 പുസ്തകം, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചെറിയ 10 പുസ്തകം നിങ്ങളും കുട്ടിയും ചേർന്നിരുന്ന് വായിക്കുന്നെങ്കിൽ ഞാൻ ഉറപ്പായി പറയുന്നു, ജൂലൈ മാസത്തിൽ അവന്റെ ക്ലാസ്സിലെ പ്രകടനം വേറൊരു തരത്തിലായിരിക്കും. അവന് ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും വായിക്കുന്നതിനെ കുറിച്ച്, പറയുന്നതിനെ കുറിച്ച്. ക്ലാസ്സിലും വീട്ടിലും ഒക്കെ ഞാൻ വായിച്ച പുസ്തകങ്ങൾ എന്ന് പറഞ്ഞ് കുട്ടിക്ക് എഴുതാനുള്ള ഒരു പേപ്പർ വെച്ചിട്ട് പുസ്തകങ്ങൾ, ഞാൻ വായിച്ച വാർത്തകൾ എന്നൊക്കെ എഴുതി വെക്കാൻ ശീലിച്ചാൽ കുട്ടിക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റും. അങ്ങനെ മികച്ച രീതിയിൽ വായിക്കുന്ന കുട്ടികൾക്ക് സമ്മാനമൊക്കെ കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വിദ്യാലയങ്ങളിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ പറയുന്നത് രക്ഷകർത്താക്കൾക്ക് ചെയ്യാം. കുട്ടികളെ ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. അടുത്തതിലേക്ക് പോകേണ്ട വിഷയം, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ് എസ് ശിവദാസ് മാഷിന്റെ പുസ്തക കളികൾ എന്ന് പറയുന്ന പുസ്തകം. സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സും, സ്കൂൾ ലൈബ്രറിയിൽ ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കളും എടുത്ത് വായിക്കണം. പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വ്യത്യസ്തമായ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ശാസ്ത്രീയമായ വായനയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വായന എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യമാണ് വായന കസേരകളി. നമ്മളിങ്ങനെ വട്ടത്തിൽ ഇരിക്കുകയാണ്, എന്നിട്ട് നിൽക്കുകയോ ചെയ്യുക. ഏതെങ്കിലും ഒരു കഥയോ ഒരു കഥ വായിക്കാൻ കുട്ടികളുടെ കൊടുക്കുന്നു. ഒരാൾ ഒരു വരി വായിക്കുന്നു, അടുത്ത ആൾ അടുത്ത വരി വായിക്കുന്നു, അങ്ങനെ പോകുന്നു. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്തു നോക്കിയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഇത് കൗതുകമാണ് ചെയ്യാൻ. ശ്രദ്ധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വായിക്കാൻ നന്നായി അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് പ്രയാസമുണ്ട്. അങ്ങനെ പ്രയാസമുള്ള കുട്ടികളെ അവിടെ നിന്ന് ടീച്ചർ സഹായിക്കണം. അവൻ ആത്മവിശ്വാസം ഉണ്ടാക്കി അവൻ പറയേണ്ട വാക്യം ഇതാണെന്നും ആ വാക്യം അവൻ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ട് അവനെ കൊണ്ട് വിരൽ കൊണ്ട് ചൂണ്ടി വായിപ്പിക്കണം. അങ്ങനെ ചൂണ്ടി വായിപ്പിക്കുമ്പോൾ അവൻ ആ വാക്യത്തെ അവൻ്റെതാക്കി മാറ്റുകയാണ്. അടുത്ത ആൾ തുടങ്ങുക എന്നുള്ളതാണ് ഈ കളിയുടെ പ്രത്യേകത. അപ്പോഴാണ് ശ്രദ്ധയോടുകൂടി കുട്ടികൾ ഇങ്ങനെയുള്ള വായന കസേര കളിയെ പോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആ പുസ്തക കളികൾ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. അടുത്തതിലേക്ക് പോവാം. രമേശ് മാഷെ, കേൾക്കുന്നില്ല. ഞാൻ അറിയാതെ ഞാൻ പുറത്തു പോയി, ക്ഷമിക്കണം. തിരിച്ചു വന്നു. കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ആ, ഓക്കെ, നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. വേഗം വരാം. ഇതിന്റെ അകത്തിലാണ് സർഗാത്മകമായ ഒരു പിന്നെ വായിക്കുന്നത് എല്ലാം പരീക്ഷയ്ക്ക് വേണ്ടിയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയും അല്ലാതെ കുട്ടികളെ വായിപ്പിക്കണം. പരീക്ഷ പോലെ കർശനമായ ഒന്നല്ല വായന. വായിക്കാൻ കുട്ടിക്ക് ചില സ്വാതന്ത്ര്യമുണ്ട്, അത് ഇഷ്ടമുള്ളത് വായിക്കാം. വായനയോടുള്ള ഒരു അനാവശ്യമായ ഭയമാണ് ഇഷ്ടമില്ലാത്തത് വായിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. വായിക്കുന്നത് എന്തിനാണെന്ന് ലോകത്തെ പുതിയ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് മാത്രമാണ്. പിന്നെ അറിവൊക്കെ രണ്ടാമത്തെ കാര്യമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾ, വ്യത്യസ്തമായ ഭാവനയുള്ള സാഹിത്യകൃതികളൊക്കെ വിറ്റഴിയാനുള്ള കാരണം മനസ്സിന് ആനന്ദം നൽകുന്നതാണ്, അനുഭൂതി നൽകുന്നതാണ് വായന എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം നൽകണം. അല്ലാതെ നീ ഇന്നത് മാത്രം 25 തവണ ഒരേ പാഠം ഒരു കുട്ടിയോട് വായിക്കാൻ പറയുന്നത് അവന്റെ വായനയെ പരിപോഷിപ്പിക്കുകയല്ല, മറിച്ച് അവൻ വെറുക്കുകയാണ് വായനയെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടി പാഠം വായിക്കുന്നില്ല എന്നുള്ളതിന്റെ പരിഹാരം കുട്ടിയെ പാഠം വീണ്ടും വീണ്ടും വായിപ്പിക്കലല്ല, പാഠത്തിനപ്പുറമുള്ള എല്ലാ കാര്യങ്ങളും വായിക്കുക. ബാലരമയും ബാലഭൂമിയും ഒക്കെ വായിച്ചോട്ടെ. ഒരു പുസ്തകം കുട്ടി വായിക്കാൻ കൊടുത്ത് പകുതി വഴിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടീച്ചറെ എന്ന് പറഞ്ഞാൽ നീ ഇത് മൊത്തം വായിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയേണ്ടതില്ല.
നിനക്ക് ഏത് പുസ്തകമാണ് ഇഷ്ടം, പക്ഷെ ഇത് നീ മൊത്തം വായിക്കണം കേട്ടോ, ഇഷ്ടമുള്ള പുസ്തകം എടുത്തോണ്ട് പോകും. അവൻ രണ്ടാമതും കൊണ്ടുവന്നാൽ മതി. പക്ഷെ ഒരു 3-4 ആകുമ്പോൾ അവന്റെ താല്പര്യത്തിനനുസരിച്ച് ഒരു പുസ്തകം കിട്ടും, അവൻ അത് വായിക്കും. അപ്പോൾ ആ താല്പര്യം ടീച്ചർ തിരിച്ചറിയണം, അതനുസരിച്ച് അവന് പുസ്തകം കൊടുക്കണം. അതുകൊണ്ട് വായന ഒരു ഗ്രഹപാഠമല്ല. ടീച്ചർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വായനയോട് കുട്ടികളെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. വായന കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനുമുള്ള ഒരു അനുഭവമാക്കിയാണ് മാറ്റേണ്ടത്. ഞാൻ വീണ്ടും അല്ലെങ്കിൽ ആ ശിവദാസ് മാസ്റ്റർ പുസ്തകത്തിലേക്കാണ് അടുത്ത സ്ലൈഡ് വരുന്നത്. അത് സർഗാത്മകമായ പുസ്തക കളികളാണ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ വൈകിയ വേളയിൽ. അത് വ്യത്യസ്തമായ രീതിയിൽ ഓരോ എഴുത്തിനെ മാറ്റണം എന്നുള്ളതാണ്, വായനയെ മാറ്റണമെന്നുള്ളത്. ഈ പറയുന്നത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങൾ വെള്ളം കാണുമ്പോൾ താറാ കുഞ്ഞുങ്ങൾ പോകുന്നത് പോലെ ആകണം പുസ്തകം കാണുമ്പോൾ, എഴുത്ത് കാണുമ്പോൾ കുട്ടികൾ പോകേണ്ടത്. അപ്പൊ അതിന് വീട് മാത്രം വിചാരിച്ചാൽ കഴിയില്ല, സ്കൂള് മാത്രം വിചാരിച്ചാലും കഴിയില്ല. വീടും വിദ്യാലയവും ഒരുമിക്കണം. ചില കുട്ടികൾക്ക് വീടുകളിൽ പ്രതികൂല സാഹചര്യമുണ്ട്, അവിടെ സ്കൂൾ അതിന് സൗകര്യം ഒരുക്കുകയും വേണം. എന്നാൽ നമ്മുടെ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങൾക്കും വീട് നല്ല സൗകര്യമുണ്ട്. വീട്ടിൽ സൗകര്യമില്ലാത്ത കുഞ്ഞുങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ് സ്കൂൾ ചെയ്യേണ്ട ആദ്യത്തെ ജോലി. എന്നാൽ വീടും സൗകര്യമുണ്ട്, സ്കൂളിൽ സൗകര്യമുള്ള കുഞ്ഞുങ്ങളെ ഇത് തമ്മിൽ യോജിച്ചു പോകണം. വായിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയുള്ള വായന മാത്രമല്ല, ലോകത്തെ അറിയാൻ വേണ്ടിയുള്ള വായനയാണ്. ഒരു കാര്യവും പഠിക്കാതെ നാട്ടിൽ നടക്കുന്ന ചില ആളുകൾക്ക് ലോകത്തുള്ള സകലമാന കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസം ഔപചാരികമായി ഏറെ ഇല്ലെങ്കിലും അറിയാം. അത് അവരുടെ വായന കൊണ്ടാകാം, അവരുടെ ജീവിതാനുഭവങ്ങൾ കൊണ്ടാകാം. അപ്പൊ എല്ലാ കോണുകളിൽ നിന്നും വായന പ്രോത്സാഹിപ്പിക്കണം കുട്ടികൾക്ക്. നമ്മൾ കൊടുക്കുന്ന ചില സമ്മാനങ്ങൾ പുസ്തകങ്ങളാക്കുന്നത്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുസ്തകം, ഇഷ്ടമുള്ള മുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഇഷ്ടമുള്ള പുസ്തകം. ചിലപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, മീൻ വളർത്തുന്ന കുട്ടിക്ക് അക്വേറിയത്തെ കുറിച്ചുള്ള പുസ്തകമായിരിക്കും ഇഷ്ടം. ആയിക്കോട്ടെ, അവനൊരു അക്വേറിയം പുസ്തകം അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടിയുടെ ഇഷ്ടം കൂടി പരിഗണിച്ചുള്ള പുസ്തകങ്ങൾ കുട്ടികൾ വായനയിലേക്ക് നയിക്കും. കുട്ടികളെ വായനയിലേക്ക് കെട്ടിവലിച്ചുകൊണ്ട് പോവുകയല്ല വേണ്ടത്, പകരം ചെറിയ പുസ്തകടിയിലേക്ക് നമ്മുടെ പൈക്കിടാങ്ങൾ എന്നതുപോലെ കുട്ടികൾ സ്വയം ഓടിയെത്തുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് നിർമ്മിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും കഴിയുന്ന കാര്യമാണ്. നിരവധി പേർ, ഇത് കേൾക്കുന്ന ആളുകളും ഇതിന് പുറത്തും കേരളത്തിലെ നിരവധി സ്കൂളുകൾ കുട്ടികളെ വായന അന്തരീക്ഷത്തിലേക്ക് എത്തിച്ച സ്കൂളുകളുണ്ട്. ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ മേവർക്ക് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പ്രേമേന്ദ്രൻ എന്ന് പറയുന്ന മാഷ് അവിടുത്തെ 1-ാം ക്ലാസ്സിലെ കുട്ടികളെ വായിച്ച പുസ്തകത്തിന് കണക്കില്ല. 200 പുസ്തകം വായിച്ച ഒരു സ്കൂൾ കുട്ടിയെ അഭിമാനപൂർവ്വം ക്ലാസ് ടീച്ചർ എന്നെ പരിചയപ്പെടുത്തി. അവനോട് വർത്തമാനം പറയാൻ തന്നെ നല്ല ഉഷാറായിരുന്നു. പക്ഷെ പോരാൻ നേരത്തെ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഈ 200-ൽ എത്ര പുസ്തകം ടീച്ചർ വായിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. ഉത്തരം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ വായിക്കുന്നില്ല എന്ന് പരാതി പറയുന്ന രക്ഷകർത്താവും ടീച്ചറും സ്വയം ഉള്ളിലേക്ക് ഒരു വിരൽ ചൂണ്ടി ചോദിക്കണം, ഞാൻ എത്ര വായിച്ചു? ഈ വായനാ വാരത്തിൽ ഞാൻ വായിച്ച പുസ്തകങ്ങൾ ഏത്? രക്ഷകർത്താവും ചോദിക്കണം, ഞാൻ എൻ്റെ കുട്ടിയുടെ മുമ്പിൽ ഇരുന്ന് എത്ര വായിച്ചു? അപ്പോൾ കുട്ടികൾ വായിക്കാൻ പഠിപ്പിക്കുക, പ്രേരിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ സ്വയം വായിക്കാൻ പ്രേരിപ്പിക്കുന്ന വായനാ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് നമുക്ക് പുതിയ തലമുറയിലെ ആളുകളെ വായനയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത്. ആക്ടിവിറ്റികൾ, പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ഒരു ക്ലാസ് ആണെന്നറിയാം. പക്ഷെ അതിൽ സമയം തികയാത്തത് കൊണ്ട് ഞാൻ ഈ പുസ്തക കളികൾ എന്ന് പറയുന്ന പുസ്തകം ശുപാർശ ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്തായാലും കുട്ടികൾക്കൊപ്പം ഇരുന്ന് വായിക്കുക എന്നതിന് പ്രാധാന്യം നൽകുക, ഏത് പ്രായത്തിലായാലും. അത് ഇപ്പൊ നിങ്ങളുടെ കുട്ടി 8-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ 8-ാം ക്ലാസ്സിൽ അവന് മലയാളം വായിക്കുന്നില്ല എങ്കിൽ 8-ാം ക്ലാസ്സിലെ നിലവാരത്തിലുള്ള കഥ വായിക്കണം. 8-ാം ക്ലാസ്സിലെ നിലവാരത്തിലുള്ള കഥ അവന് വായിക്കണം. അവന്റെ പ്രായത്തിന് പറ്റിയ കഥ വായിക്കണം. 6-ാം ക്ലാസ്സിലാണെങ്കിൽ 6-ാം ക്ലാസ്സിന്റെ പ്രായത്തിലുള്ള, അല്ലാതെ ചെറിയ കുട്ടിയോട് പൂച്ചയുടെയും പട്ടിയുടെയും കഥ പറയുന്നത് പോലെ 8-ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൗമാരപ്രായത്തിൽ ഏത് കഥയാണോ വേണ്ടത്, ചിലപ്പോൾ മനുഷ്യർ തമ്മിൽ ഇഷ്ടപ്പെടുന്ന കഥയായിരിക്കും വേണ്ടത്, ചിലപ്പോൾ യുദ്ധമായിരിക്കും വേണ്ടത്, അങ്ങനെ വായിക്കും. ടീച്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വായിക്കേണ്ട പുസ്തകമാണ് ടീച്ചർമാർ. രക്ഷകർത്താക്കളും വായിക്കുന്ന കുഴപ്പമില്ല. ആ പുസ്തകം എങ്ങനെയാണ് ജൈവികമായ വായന നടക്കുന്നത് എന്നാണ് നമ്മളോട് പറയുക. ജൈവികമായ വായന എന്ന് വെച്ചാൽ ഇഷ്ടം തോന്നി വായിക്കുക. അപ്പൊ ഇഷ്ടം തോന്നി വായിക്കാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന അധ്യാപകരും രക്ഷകർത്താക്കളുമാണെങ്കിൽ നിങ്ങൾ എത്ര വായിച്ചില്ലെങ്കിലും കുട്ടികൾ വായനയുടെ ലോകത്തിലേക്ക് പോകും. കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി തൽക്കാലം നിങ്ങൾ വായിക്കുന്നതായി അഭിനയിക്കുക. മൊബൈൽ മാറ്റിവെക്കുന്ന മണിക്കൂറുകൾ വീടുകളിൽ ഉണ്ടാവുകയും ആ സമയത്ത് വായനയുടെ അന്തരീക്ഷം വീടുകളിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്താൽ, മൊബൈൽ തന്നെ കുട്ടികൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ വരുന്ന കാര്യങ്ങൾ വായിക്കുവാൻ, ഡിജിറ്റൽ റീഡിംഗ് ഇനി വരും നമ്മളെ പോലെ അല്ല. ഒരുപക്ഷെ ഒരു ഭാവിയിൽ
ഇത്തരം അച്ചടിച്ച പുസ്തകങ്ങളുടെ എണ്ണം വളരെ വളരെ ചുരുങ്ങും. ആ ചുരുങ്ങുന്ന കാലത്തും നമ്മുടെ കുട്ടികൾക്ക് വായിക്കണമെങ്കിൽ ഡിജിറ്റൽ വായനയുടെ ലോകം വേണം. അങ്ങനെ ചുരുങ്ങുകയില്ല, പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്ന പുതിയ പഠനവും നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കുട്ടികൾക്കൊപ്പം നിന്ന് വായനയെക്കുറിച്ച് ചിന്തിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല വായന, മറിച്ച് കുട്ടി സ്വയം ഏറ്റെടുക്കേണ്ട ഒരു പ്രവർത്തനമാണ്. സ്വയം ഏറ്റെടുക്കുവാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കുട്ടിയെ എത്ര നിങ്ങൾ കഠിനമായി വായിക്കൂ വായിക്കൂ എന്ന് പറയുകയല്ല, വായനയ്ക്ക് ആവശ്യമായ അന്തരീക്ഷവും അവസരവും ഒരുക്കി അതിന് പ്രേരണ നൽകി അവരുടെ കൈകളിൽ പുസ്തകം എത്തിച്ച് ഒരു പുസ്തക ആഭിമുഖ്യമുള്ള ആളുകളായി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റുക എന്നുള്ളതാണ് വായിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. നമസ്കാരം. എന്തെങ്കിലും ചർച്ചയുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാനോ? സാറേ, ആ പുസ്തകത്തിൽ നിന്ന് പുസ്തകം എഴുതിയ ആരായിരുന്നു? പ്രൊഫസർ എസ് ശിവദാസ്. താങ്ക് യു സർ. മറ്റെന്തെങ്കിലും ഇപ്പോ പറഞ്ഞ ഏതെങ്കിലും പോയിന്റില് ക്ലാരിറ്റി വേണം? സാർ ഇപ്പൊ സൈഡിൽ കാണിച്ചത് നോട്ടായിട്ട് ഇടുവോ സാറേ? ഓക്കെ സാർ, താങ്ക് യു. ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കാൻ പുസ്തകം ഏത് പബ്ലിക്കേഷനാണ്? DC ബുക്സ്. സാറേ, കുട്ടികള് വായിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് എഴുതുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. അപ്പൊ വായിപ്പിക്കാൻ പിന്നെയും പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് എഴുതാൻ നമുക്ക് എന്തെങ്കിലും അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? എഴുതിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആ പുസ്തകത്തിനെ കുറിച്ച് എഴുതാനോ അനുഭവങ്ങൾ എഴുതാനോ ഒക്കെ. അതിന് നമുക്ക് എന്തെങ്കിലും മാർഗം സ്വീകരിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുക, നമ്മുടെ ഒരു പഠന പ്രവർത്തനമാണ് വായനയ്ക്ക് ശേഷം എഴുതുക എന്നുള്ളത്. നമ്മളൊക്കെ വായിക്കുമ്പോഴും, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ വായിച്ചിട്ട് എത്ര എഴുതിയിട്ടുണ്ട്? നമ്മൾ കുറെ വായിച്ചു പോയിട്ടുണ്ട്, പക്ഷെ എഴുതിയിട്ടില്ല. കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള ഒരു സംഭവം എഴുതി പറയുക. നമ്മൾ ഈ പുസ്തകാസ്വാദനം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അങ്ങ് യാന്ത്രികമായി പോവുക. അത് എഴുത്തുകാരനെ കുറിച്ച് കുറെ കാര്യങ്ങൾ യാന്ത്രികമായി എഴുതുക. ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭം മാത്രം ചിലപ്പോൾ പകർത്തി എഴുതാനായിരിക്കും ആദ്യം സംഭവിക്കേണ്ടത്. ആ പകർത്തി എഴുത്തായിരിക്കും ചിലപ്പോൾ ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം മാത്രം പകർത്തി എഴുതിക്കൊണ്ട് വരണം. അടിയിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നുകൂടെ എഴുതണം. ചിലപ്പോൾ ആ ചെറിയ ടാസ്ക് ഏറ്റെടുക്കും. ഇതിപ്പോ ആദ്യമേ ഒരു നിയതമായ ഘടനയുള്ള വായനാക്കുറിപ്പിന്റെ ആദ്യം എഴുത്തുകാരെ കുറിച്ച് വേണം, പിന്നെ പുസ്തകത്തിന്റെ സംഗ്രഹമാണ്. അങ്ങനെയൊന്നും ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും എന്ന് പറയാം, വായനയിലേക്ക് എത്തുന്ന കുട്ടികളിൽ എല്ലാവരോടും. ചില കുട്ടികൾ ഇതൊക്കെ ചെയ്യും. ആ ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ പോകട്ടെ. ചെയ്യാത്ത കുട്ടികളെ കൂടുതൽ വായിപ്പിക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്ത പുസ്തകം വായിക്കാൻ പ്രേരിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പുസ്തകം വായിക്കുന്ന കുട്ടികൾ എഴുതും. 2-3 കാര്യങ്ങൾ എഴുതും. ചിലപ്പോൾ അവൻ ആ കഥയുടെ ബാക്കിയായിരിക്കും എഴുതുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന വായനാക്കുറിപ്പ് എന്ന് പറയുന്ന സാമഗ്രിയല്ല. നമ്മൾ എന്തിനാ ഈ വായനാക്കുറിപ്പ് എഴുതുന്നത്? ഈ പുസ്തകം കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടോ, കുട്ടിക്ക് ഈ പുസ്തകം വായിച്ചിട്ട് കാര്യങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ, കുട്ടി കഥയുടെ ബാക്കിയാണ് എഴുതുന്നതെങ്കിൽ അവൻ വായിച്ചിട്ടുണ്ട്. കുട്ടി കഥയിൽ നിന്ന് ചില ചോദ്യങ്ങളാണ് ചോദിക്കുകയാണെങ്കിൽ അവൻ വായിച്ചിട്ടുണ്ട്. കഥയുടെ എഴുത്തുകാരൻ ഒരു കത്ത് അയക്കുകയാണ്. ഇപ്പം ഒരു ചെറിയ കഥ വായിച്ചു, സിപ്പി പള്ളിപ്പുറത്തിന്റെ ഒരു പാട്ട് വായിച്ചു, എന്നിട്ട് സിപ്പി പള്ളിപ്പുറത്തിന്റെ ഒരു കത്ത് അയക്കുക. ആ കത്തിനൊരു മറുപടി വന്നാൽ കുട്ടിക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പൊ അതാണ്, അങ്ങനെ ഒരു മറുപടി വന്നാൽ കുട്ടി സാഹിത്യകാരന്മാർക്ക് കത്തയച്ചുകൊണ്ടേയിരിക്കും. എന്റെ വീട്ടിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ സഹോദരി വൈക്കം മുഹമ്മദ് ബഷീർ അയച്ച കത്തുകൾ വൈക്കം മുഹമ്മദ് ബഷീർ മറുപടി അയച്ചു. ഞാൻ അന്ന് തൊട്ട് എല്ലാ ആളുകൾക്കും അയച്ചു. ആരോ 2 പേർ, അത്ര പ്രശസ്തരല്ലാത്ത 2 പേർ, വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ മറുപടി തന്നില്ല. പക്ഷെ അന്ന് നമ്മൾ
എഴുത്തും വായനയൊന്നും ഇങ്ങനെ ഗൗരവമായി ആരും പറഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഈ സാഹിത്യകാരന്റെ ഒരു കത്ത് കിട്ടുക എന്നുള്ളത് താല്പര്യത്തിൽ ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് നമ്മൾ ഫോൺ വിളിക്കും. ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു കുട്ടി ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചിട്ട് ഇനി ഞാൻ ഉപ്പയോടൊന്നും പറയില്ല എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി. എന്ന് വെച്ചാൽ ഗൾഫിലെ ജീവിതത്തിന്റെ നരകയാതനകൾ ആയതുകൊണ്ട് ഇനിയും ഉപ്പയോടൊന്നും ഞാൻ വാങ്ങാൻ പറയില്ല എന്നൊരു കുറിപ്പ് എഴുതി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഈ എഴുത്തുകാരനെ വിളിച്ചു. ആ ബെന്യാമിനുമായി കൂട്ടി സംസാരിച്ചു. ആ കുട്ടിക്കുണ്ടായ ഒരു തലമുണ്ടല്ലോ, നിങ്ങൾ ടീച്ചർമാർക്ക് ചെയ്യാം. ക്ലാസ്സിൽ നല്ല കുറിപ്പുണ്ടാകുമ്പോൾ എന്റെ ക്ലാസ്സിൽ ഇന്ന കുട്ടി എഴുതിയാണ്, ആ ക്ലാസ്സിലെ കുട്ടികളോടൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പാഠപുസ്തകത്തിലെ പല എഴുത്തുകാരും ഇപ്പൊ അതിന് തയ്യാറുമാണ്. അങ്ങനെയൊക്കെ പ്രേരിപ്പിക്കുക എന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പ്രേരണ കൊണ്ടാണ്, പ്രചോദനവും പ്രേരണയും പ്രചോദിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ പ്രചോദനത്തിന് ഇണങ്ങിയ ക്ലാസ് മുറി. അത് നമുക്ക് പൊതുവായി ഒരു പ്രവർത്തനം പറയാൻ പറ്റുന്നില്ല. എന്റെ വ്യക്തിപരമായ ക്ലാസ് റൂം അനുഭവങ്ങൾ ഓരോ കുട്ടിക്കും വായനയിലേക്ക് എത്തിക്കാൻ, വ്യത്യസ്തമായ എഴുത്തിലേക്ക് നയിക്കാൻ വ്യത്യസ്തമായ കാര്യങ്ങളാണ് വേണ്ടത്. നമ്മൾ പൊതുവായ ഒരു അച്ചിലേക്ക് അവരെ നമ്മുടെ ക്ലാസ് റൂമിന്റെ പരിമിതി കൊണ്ട് പരുവപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ചിലർ കൂട്ടം തെറ്റി മേയുന്നവരാകുന്നത്. വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഒരുക്കിയാൽ ചിലർ നമുക്ക് തിരികെ കിട്ടുക തന്നെ ചെയ്യും. സാർ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ? ടീച്ചർ, ഹലോ സാർ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ മകന്റെ പേര് ഈസ ഹംബിൾ എന്നാണ്. സാറിന് ഒരു പക്ഷെ അറിയായിരിക്കും. അപ്പൊ അവനെ എഴുത്തിന്റെ ലോകത്തോട്ട് തിരിച്ചുവിട്ട അവന്റെ മാഷാണ്. അപ്പൊ മാഷ് ഇങ്ങനെ എഴുതുമ്പോൾ സമ്മാനങ്ങൾ ഓഫർ ചെയ്യുമായിരുന്നു. അങ്ങനെ സമ്മാനങ്ങൾ ഓഫർ ചെയ്തപ്പോൾ അവൻ നല്ലതായിട്ട് എഴുതാൻ മുമ്പോട്ട് വരികയാണ് ചെയ്തത്. ഇപ്പം ചെറിയ കുട്ടികളെ ഇപ്പൊ 10 കഥ വായിച്ചിട്ട് അത് എഴുതാൻ വേണ്ടി സമ്മാനങ്ങൾ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവര് എഴുതും. അത് ടീച്ചർ നൗഫലിന്റെ കുട്ടിയല്ലേ ഈസ? അതെ ഈസ. നമ്മുടെ പുസ്തകം ടീച്ചർ പറഞ്ഞ അതൊരു സത്യമാണ്. നമ്മള് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സമ്മാനം കൊടുക്കുമ്പോൾ അവനെ അത് എഴുതി. എൻ്റെ 2ാം ക്ലാസ്സിലെ ഇപ്പൊ വായന ദിനം കഴിഞ്ഞിടക്കെ ഞാന് കഥാപുസ്തകങ്ങൾ കൊടുത്തു. അപ്പൊ ആ ചിത്ര വായനയിലൂടെ കുഞ്ഞുങ്ങൾ കൂടുതലും പേരും ഈ ചിത്രങ്ങളുള്ള പുസ്തകം സാറ് പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുന്നത്. അപ്പം പത്രം ആദ്യത്തെ ദിവസം പത്രവായന തുടങ്ങി. പിറ്റേ ദിവസം തൊട്ട് രക്ഷിതാക്കളുടെ സഹായത്തോടാണേലും അവര് 3 ദിവസവും 4 വരി വീതം വാർത്ത അവർക്ക് ഇഷ്ടമുള്ള ചിത്രത്തിന്റെ അക്ഷരങ്ങൾ നോക്കി എഴുതിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പം ചെറിയ ചെറിയ സമ്മാനങ്ങളും കൊടുക്കുന്ന അവർക്കതൊരു പ്രോത്സാഹനമാണ്. എനിക്ക് ആ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. മാഷേ 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 പറഞ്ഞു ടീച്ചർ. ഷേർ ടീച്ചറാണേ. റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ രാജേഷ് മാഷിനെ അറിയാം. ഞാൻ ഈ വായനാ ദിനം അങ്ങനെയുള്ള ദിനങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തി എൻ്റെ സ്കൂളിൽ നിന്ന് കുഞ്ഞുമക്കളെ 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെയാണ് വായനശാല കാണിക്കുവാനായിട്ട് കൊണ്ടുപോയി. ആ വായനശാലയിൽ മിക്ക ദിവസങ്ങളും ഞങ്ങൾ വായനശാലയിലേക്ക് പോകുമായിരുന്നു. വായനശാലയിൽ പോയിട്ട് കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കും. അതിനുശേഷം ആ വായനശാലയിലെ അതിന്റെ മെയിൻ സാറ് അവരോട് കഥകൾ പറയും. പുള്ളി ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ആ സാറ്. അപ്പൊ അങ്ങനെ ആ സാർ എഴുതിയ ചെറിയ പുസ്തകങ്ങളൊക്കെ കുഞ്ഞുമക്കൾക്ക് നൽകി. അങ്ങനെ അവരെ അവിടെ പോകാനുള്ള താല്പര്യം അവർക്ക് ജനിച്ചു. അങ്ങനെ എൻ്റെ ക്ലാസ്സിലെ മുഴുവൻ കുഞ്ഞുമക്കളും ആ വായനശാലയിലെ അംഗത്വം എടുക്കുകയും എല്ലാ രക്ഷിതാക്കളും അവിടെ ചെന്ന് പുസ്തകം വായിക്കാനുള്ള ഒരു അനുഭവം ഒരുക്കുകയും ചെയ്തു. അങ്ങനെയാണ് രാജേഷ് മാഷിനെ അറിയാൻ്റെ അഷർമോനൊക്കെ ആ വായനാ തലത്തിലേക്ക് വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള എഴുതാനുള്ള അവര് വായിക്കുന്ന പുസ്തകങ്ങൾ ചിത്രങ്ങളായിട്ട്. ടീച്ചർ ഒരു മിനിറ്റ്. ഷേർലി ടീച്ചർ, ബിസ്മിന ടീച്ചർ, വിപിന ടീച്ചർ ഇവരെല്ലാം ചില എക്സ്പീരിയൻസ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ രതീഷ് മാഷോട് ഒരു അഭ്യർത്ഥനയുള്ളത്, അധ്യാപകർ നടത്തിയ വായനയുടെ ഇടപെടലിന്റെ വിജയഗാഥകൾ നിങ്ങൾ കുറിച്ച് തന്നാൽ ഇത് അധ്യാപകരെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പൊ എനിക്കറിയാം, ഈ നൗഫൽ മാസ്റ്റർ കുട്ടിയുടെ ഡയറി വായിച്ച് ഞാൻ അന്തം വിട്ട് നിന്ന് പോയി. ആ ഡയറിയുടെ ഇൻട്രൊഡക്ഷൻ ഞാനാണ് എഴുതിയത്. എനിക്ക് ഭയങ്കരമായ അതിശയം തോന്നും. അത് അവന്റെ എഴുത്തിലും വർത്തമാനത്തിലും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഷേർലി ടീച്ചറിന്റെ സ്കൂൾ അനുഭവങ്ങളും എനിക്കറിയാം. പക്ഷെ ഇതെല്ലാവർക്കും അറിയില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു മാർഗം, നിങ്ങൾ നടത്തിയ ശ്രദ്ധേയമായ വായനാ ഇടപെടലുകളെ പരിപൂർണമായ വിശദാംശങ്ങളോടുകൂടി
നിങ്ങൾ മനസ്സിൽ ആ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ ലൈബ്രറിയിൽ പോയി ആ ലൈബ്രറിയിൽ എഴുത്തുകാരൻ ഇന്നാരായിരുന്നു, അതേ ഇന്ന പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, അവിടെ ചെന്ന് കുട്ടികൾ ആദ്യം ചെയ്തത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വായിച്ചാൽ ഒരാൾക്ക് അവർ ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന അത്ര വിശദാംശങ്ങളോടുകൂടി എഴുതി തന്നാൽ അതൊരു വലിയ ഡോക്യുമെന്റ് ആക്കാം. നമുക്കൊരു PDF ആക്കി നമുക്ക് അധ്യാപകർക്കും ഉപയോഗിക്കാം, രക്ഷകർത്താക്കൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു ക്ലാസിന്റെ ഒരു മികച്ച പ്രോഡക്റ്റായി നമുക്കത് മാറ്റാം. അത് അധ്യാപക കൂട്ടത്തിന്റെ വേദികൾ ഉപയോഗിച്ചുകൊണ്ട് രതീഷ് മാഷ് കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിച്ച ഏറ്റവും മികച്ച വായനാനുഭവത്തിന് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ വകയായിട്ട് 2 പുസ്തകങ്ങൾ നമ്മൾ സമ്മാനം കൊടുക്കും. ആ അനുഭവങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. നന്നായി ആ അനുഭവങ്ങൾ എഴുതി അറിയിക്കുന്ന 2 പേർക്ക് നമ്മൾ സമ്മാനം കൊടുക്കും പുസ്തകമായിട്ട്. അത് എനിക്കൊന്ന് ഷെർലി ടീച്ചറൊക്കെ എഴുതണം. എന്ന് വെച്ചാൽ ഷെർലി ടീച്ചറൊക്കെ പോകുന്നതോടുകൂടി ആ പ്രവർത്തനങ്ങളൊന്നും അവസാനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും, നിങ്ങളിപ്പോ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന പലരെയും പരിചയമുള്ളവരാണ്, അവരെല്ലാം വ്യത്യസ്തമായ ഇടപെടൽ നടത്തിയവരുമാണ്. ഇത് നമുക്ക് മാത്രമല്ല പ്രയോജനം ചെയ്യുന്നത്, നമ്മുടെ രക്ഷകർത്താക്കൾക്കും ഭാവിയിലെ ടീച്ചർമാർക്കും പ്രയോജനം ചെയ്യും. ഓക്കെ മാഷെ, താങ്ക് യു. സാറേ, പിന്നെ കുട്ടികൾ ഈ ഉറക്ക വായിക്കുന്ന ശീലം മാറ്റി സൈലന്റ് റീഡിങ്ങിലേക്ക് വരാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഉറക്ക വായനയുടെ ഏറ്റവും നല്ല മികവുമുണ്ട്, പരിമിതിയുമുണ്ട്. ഈ സാധാരണ നമ്മൾ ഉറക്ക വായിക്കുന്ന കുട്ടികളൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ സൈലന്റ് റീഡിങ്ങിലേക്ക് പെയ്യെ പെയ്യെ പോകും. അത് നമ്മൾ ആരും പരിശീലിപ്പിച്ചിട്ടൊന്നുമല്ല നമ്മളൊന്നും പോയത്. നമുക്ക് പിന്നെ പെയ്യെ 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 അങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഈ ഉറക്ക വായിക്കുമ്പോൾ കൂടുതൽ കുട്ടിക്ക് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾ യാന്ത്രികമായി വായിക്കും. രണ്ട് രീതിയിൽ യാന്ത്രികമായി വായിക്കാൻ സാധ്യതയുണ്ട്. അത് ക്ലാസ് അനുസരിച്ചാണ് നമുക്ക് അതിന് പ്രവർത്തനം ഒരുക്കേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ LP ക്ലാസ്സിലെ കുട്ടികൾ പരമാവധി ഉറക്കയൊക്കെ വായിക്കുന്നതിൽ തെറ്റില്ല. പെയ്യെ അവര് സൈലന്റ് റീഡിങ്ങിലേക്ക് പോയാൽ മതി. ചെറിയ ക്ലാസ്സിലെ തന്നെ ഈ ഉറക്ക വായിക്കാതെ സൈലന്റായി വായിക്കുന്ന കുട്ടികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ഓവർ ചെയ്യാൻ പറയുന്ന അവർ വായിക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് പെയ്യെ സാവകാശം ചെയ്താൽ മതി എന്നുള്ളതാണ്. ഈ പാരഗ്രാഫ്, ഈ കഥയുടെ അവസാന ഭാഗം നീ ഉറക്ക വായിക്കണ്ട. ഇപ്പൊ നമ്മൾ കഥ വായിക്കാൻ കൊടുത്തു, അവസാന ഭാഗം നീ ഉറക്ക വായിക്കണ്ട കേട്ടോ, പക്ഷെ നീ ഇവിടെ വായിച്ചു. എന്നിട്ട് എല്ലാവരും ഈ കഥ ഊഹിച്ച് പറയാൻ പോവാം. അപ്പൊ അത് ശരിയാണോ എന്ന് നീ അത് പറയണം. ഓരോരുത്തർ ഇപ്പൊ കഥ കാട്ടിൽ എന്നിട്ട് സിംഹവും ആനയും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ ഏറ്റവും ഒരു ക്ലൈമാക്സ് നിൽക്കുന്ന അവസരത്തിൽ മോൻ വായന ഇനി നിർത്തിക്കോ, കുഞ്ഞൊരു കാര്യം ചെയ്യും, അത് തന്നെ ബാക്കി ഭാഗം അവർ കേൾക്കാതെ വായിച്ച്, എന്നിട്ട് ഞങ്ങൾ ഈ ക്ലാസ്സിൽ ബാക്കി എല്ലാവരും ആ കഥയുടെ ബാക്കി ഭാഗം ആലോചിച്ച് എന്ന് പറയുമ്പോൾ ഈ കുട്ടി നിർബന്ധിതനാവുകയാണ് സൈലന്റ് റീഡിങ്ങിന്. അപ്പൊ ആ സൈലന്റ് റീഡിങ്ങിലേക്ക് കുട്ടിയെ നയിക്കാനുള്ള ആക്ടിവിറ്റികൾ ക്ലാസ് അനുസരിച്ച്, പ്രായം അനുസരിച്ചാണ് നിശ്ചയിക്കേണ്ടത്. അത് പൊതുവായി പറയാവുന്ന ഒരു ഉത്തരവല്ല എന്ന് എനിക്ക് കുട്ടിയും കൂടെ പരിഗണിക്കണം അവിടെ. ഓക്കെ സാറേ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഉച്ചത്തിലുള്ള വായനയാണ് നല്ലത്. പിന്നെ കഥ അഭിനയിച്ച് നമ്മൾ ക്ലാസ്സിൽ കാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒന്നുകൂടെ ആ ഒരു ഇഷ്ടമാണ്. അപ്പൊ ഉച്ചത്തിലുള്ള വായനയാണ് കൂടുതലും നല്ലതെന്നാണ് രതീഷ് മാഷെ, എനിക്ക് 9:30 വീണ്ടും ഒരു ക്ലാസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് തൽക്കാലം ഇറങ്ങുകയാണ്. നമ്മുടെ ഈ ചർച്ചയിൽ രതീഷ് മാഷ് ഇതിന് തുടരുമെങ്കിലും നിങ്ങൾക്ക് ആ അഭിപ്രായങ്ങളെല്ലാം ആ ഗ്രൂപ്പിൽ എഴുതിയിടാം. അല്ല, അത് തന്നെയാണ് ഉചിതമായ തീരുമാനം. കാരണം നമുക്ക് ഇത്തരം അഭിപ്രായങ്ങൾ മാഷ് പങ്കിട്ടതുപോലെ തന്നെ സൈലന്റ് റീഡിങ്ങിനും അതുപോലെ ഉറക്ക വായനയ്ക്ക് 2 തരത്തിലുണ്ട്. അതായത് നേട്ടവും ഉണ്ട്, പരിമിതിയുണ്ട്. ഇപ്പൊ ഉറക്ക വായിച്ചു കഴിഞ്ഞാല് എനർജി പെട്ടെന്ന് ലോസ് ആവുന്നു എന്നുള്ളൊരു വലിയ പരിമിതി. ഒപ്പം തന്നെ അതൊരു യാന്ത്രികമായിരിക്കും. കുട്ടിയുടെ മനസ്സ് അവിടെ ആകണമെന്നില്ല. ഉറക്കം നമ്മൾ പലപ്പോഴും ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ രക്ഷകർത്താക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഉറക്ക വായിക്കുകയും എല്ലാം നമ്മൾ മറ്റു ചിന്തകളിലേക്കൊക്കെ പോയിട്ട് അടുത്ത നാമം ചെല്ലുന്ന അമ്മമാരെയൊക്കെ കളിയാക്കി പറയാറുണ്ട്. അടുക്കളയിൽ ഇരിക്കുന്ന മത്തിക്കറിയുടെ മണമാണ് ആ സമയത്തും ഉള്ളില് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമാശയായിട്ട് പറയുന്ന പോലെ തന്നെ വായനയെ അങ്ങനെ മാറിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും. പിന്നെ ഈ സൈലന്റ് റീഡിങ് ആണെങ്കിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. മാഷ് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്, അവിടെയും കള്ളത്തരം കാണിക്കാം. അതൊക്കെ പിന്നൊരു കാര്യം, അതൊക്കെ കുട്ടിയുടെ കുറച്ചുകൂടെ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ചില കുട്ടികൾക്ക് ഉറക്കം വായിച്ചാലാണ്, ചില സന്ദർഭങ്ങളിൽ ഉറക്കം വായിച്ചാലാണ്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അതിലെയൊക്കെ നമ്മൾ വല്ലാണ്ട് ഉറച്ചു പിടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ചർച്ചകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തുടരാവുന്നതാണ്. ആ ഗ്രൂപ്പ് തൽക്കാലം റിമൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ ലെഫ്റ്റ് ചെയ്യേണ്ടതില്ല.
തുടരാൻ താല്പര്യമുള്ളവർക്ക് അവിടെ തുടരാവുന്നതാണ്. ഓക്കെ, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് സാറേ പറഞ്ഞു. തുടർന്നും ക്ലാസ്സുകളൊക്കെ ഉണ്ട് സാറേ. തുടർന്നും ഇതിന്റെ ക്ലാസ്സുകളുണ്ടോ? ഉണ്ടാവും. നമുക്കത് ഗ്രൂപ്പിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ തുടർന്ന് ക്ലാസ് വെക്കണം. അത് രാജേഷ് സാറുമായിട്ട് ഓക്കെ മുന്നോട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ താങ്ക് യു സർ താങ്ക് യു. നമുക്ക് ഇത് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ ഒന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചിലപ്പോൾ ചില സമയത്ത് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില മാനസികമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവ ദൂഷ്യം അങ്ങനെ പല വിഷയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. പലപ്പോഴും ഈ കൗൺസിലർമാർ പറയുന്ന ഒരു വാചകം, ഈ കുഞ്ഞുങ്ങളുമായിട്ട് കൗൺസിലിങ്ങിന് വരുമ്പോഴേ കുട്ടിയെ ആയിരിക്കുകയല്ല, പകരം കൊണ്ടുവരുന്ന രക്ഷാകർത്താവിനെ ആയിരിക്കണം പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അതായത് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചായിരിക്കും അവന്റെ ഔട്ട്പുട്ട്, അവന്റെ പ്രതികരണം. അപ്പൊ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ആയിരിക്കുകയല്ല രക്ഷാകർത്താവ്. ഇപ്പൊ എനിക്ക് ഈ ഒരു ക്ലാസ് ഒരു അവസാന സെഷനിലേക്ക് കടന്നപ്പോഴും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടി വായിക്കുന്നില്ല എന്ന പരിഭവം പങ്കിടുന്നത് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പൊ മാറേണ്ടത് ആദ്യം ആരാണ്, കുട്ടിയാണോ നമ്മളാണോ എന്ന ഒരു ചിന്തയിലൂടെ ആ ഒരു ചിന്ത ഉയർത്തുന്ന ഒരു ക്ലാസ്സായി ഇത് എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് കരുതുകയാണ്. തൽക്കാലത്തേക്ക് നമുക്ക് വിടവാങ്ങാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ടീം അധ്യാപക കൂട്ടത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചു. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.